ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം. ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു. ലൂക്കോസ് മാത്രമായിരുന്നു യഹൂദൻ അല്ലാത്ത എഴുത്തുകാരൻ. ബാക്കിയുള്ള എല്ലാവരും യഹൂദന്മാരായിരുന്നു. ബാക്കിയുള്ള എല്ലാ 39 എഴുത്തുകാരും യഹൂദന്മാരായിരുന്നു. പക്ഷേ ലൂക്കോസ് മാത്രം സ്തോത്രം ജാതിയിൽപ്പെട്ടവനായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എന്ന വിജാതീയൻ ഈ സുവിശേഷം എഴുതാതിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, നമ്മുടെ ജാതിയിൽപ്പെട്ടവർ മാത്രം ഇവിടെ മതി, ബാക്കിയുള്ള എല്ലാവരെയും പുറത്താക്കാവുന്ന. എന്തൊരു ശാന്തത! എന്നാൽ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം, ആരും മിണ്ടാത്തതുകൊണ്ട്. ലൂക്കോസ് ഒരാൾ മാത്രം ഹല്ലേലൂയ പറഞ്ഞു. ചോക്ലേറ്റ് മേടിച്ചു തരാങ്ങളെ, സ്തോത്രം. അതെ, ലൂക്കോസ് മാത്രമാണ് പുറജാതിയിൽപ്പെട്ട ആൾ. ബാക്കിയുള്ള എല്ലാവരും യഹൂദന്മാരായിരുന്നു. ഈ പുറജാതിയിൽ ലൂക്കോസും കൂടെ യഹൂദനായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, നമ്മുടെ ആൾക്കാർ മാത്രം മതി, സ്തോത്രം, ബാക്കിയുള്ള എല്ലാവരെയും പുറത്താക്കുമെന്ന്. എന്നാൽ സ്തോത്രം, സഭ നമ്മുടെ കുടുംബസ്വത്തല്ല, സഭ ദൈവത്തിൻ്റെതായതുകൊണ്ട് സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വാചാട്ടെ. ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർനഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനോട് താൽപ്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ദേശത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് കൂടെ പോയി വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ച്, കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട് അവങ്കിൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. 9-ാം വാക്യം യേശു കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേൽ കൂടി ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ളൊരു വിശ്വാസം, എങ്ങനെയുള്ളൊരു വിശ്വാസം? ദ ഓവർഫ്ലോയിങ് ഫെയ്ത്ത്, കവിഞ്ഞൊഴുകുന്ന വിശ്വാസം. നാം കേൾക്കുന്ന ദൂതിൻ്റെ തലക്കെട്ടിതാണ് ഓവർഫ്ലോയിങ് ഫെയ്ത്ത്, കവിഞ്ഞൊഴുകുന്ന വിശ്വാസം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസം നിറയുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തെ കർത്താവ് പകർന്നിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം പകർന്നിരിക്കുന്നത് ഹൃദയത്തിലാണ്. ദൈവം സ്നേഹം തന്നെ. മലാക്കി 1:2, 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16, ഇരമ്യ 31:3, യെശയ്യാ 49:15, 100 കണക്കിന് വാക്യങ്ങൾ പറയുവാൻ കഴിയും. ദൈവം സ്നേഹം തന്നെ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവം പകർന്നിരിക്കുന്നത് തലയിലല്ല, പകരം ദൈവം പകരുന്നത് ഹൃദയത്തിലാണ്. ദൈവം എന്തെങ്കിലും തലയിൽ പകരുമെന്നല്ല പുസ്തകം പറയുന്നത്. അങ്ങനെ ആരെങ്കിലും തലക്കനത്തോടെ നോക്കിയിരിക്കാമായിരുന്നു. എന്നാൽ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. ദൈവം ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ പകരുന്നത്. റോമർ 5:8 ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, സ്തോത്രം. ഹൃദയത്തിലാണ് ദൈവം തൻ്റെ ദൈവം തൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത്. എക്സാക്ട്ലി ദ സെയിം മാനർ. ആ ഹൃദയത്തിൻ്റെ മറ്റൊരു പേരാണ് സ്തോത്രം, ആത്മാവ്. ഹൃദയത്തിൻ്റെ മറ്റൊരു പേരാണ് പുതിയ നിയമത്തിൽ ആത്മാവെന്ന് പറയുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ മനുഷ്യനൊരു ആത്മാവുണ്ട്.
അതുപോലെ മനുഷ്യന് പ്രാണനുണ്ട്, മനുഷ്യനൊരു ശരീരമുണ്ട്. ശരീരത്തിലല്ല, പ്രാണനല്ലല്ല, പകരം ആത്മാവാം ദൈവം തൻ്റെ നിക്ഷേപങ്ങളെ പകരുന്നു. ഈ പഞ്ചിലേ ഞാൻ പോകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം പ്രസംഗിക്കാനല്ല ഞാൻ വന്നത്, പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. സന്തോഷമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സോ അങ്ങനെ സ്തോത്രം. കർത്താവ് ആത്മാവാം ദൈവം നമ്മുടെ ആത്മാവിലാണ്, അഥവാ നമ്മുടെ ഹൃദയത്തിലാണ് വിശ്വാസത്തെ പകരുന്നത്. 2 കൊരിന്ത്യർ 3:17 പറയുന്നു, ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 4:24 സെയിം തിങ് പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു. നമുക്ക് ഒരു ആത്മാവുണ്ട്. ആത്മാവിൽ ദൈവം സകല വരങ്ങളെ പകരുന്നു. യാക്കോബിൻ്റെ ലേഖനം 1:17 പറയുന്നു, എല്ലാം നല്ല ദാനവും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വിളിച്ചെന്നത് പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു. അത് നിൽക്കുന്നത് തലയിലല്ല, താഴ്മയുള്ള ഹൃദയത്തിൽ ദൈവം സ്തോത്രം പകരുന്നു. യഹോവയുടെ കണ്ണൊക്കെയും ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ അഗ്നിജ്വാലക്കത്ത കണ്ണോടുകൂടിയവനായ കർത്താവ് ഭൂമിയിലൊക്കെ നോക്കുന്നു. ഏത് വ്യക്തിക്കാണ്, ഏത് സ്ത്രീക്കാണ്, ഏത് പുരുഷനാണ്, ഏത് ദൈവദാസനാണ് താഴ്മയുള്ളത്? ഞാൻ താഴ്മയും മനസ്സിലുമുള്ളവനാകയാൽ. സോ താഴ്മയുള്ള ഹൃദയത്തിൽ ദൈവം തൻ്റെ നിക്ഷേപങ്ങളെ ഇന്ന് പകൽക്കാലവും ദൈവകൃപയാൽ പകരുന്നു. സോ നല്ല ദാനങ്ങളൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങൾ പിതാവിൽ നിന്ന് വരുന്നു. സോ വിശ്വാസം എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. ഒരിക്കൽ കൂടെ, വിശ്വാസം എന്ന് പറയുന്നത് അത് നല്ലൊരു ദാനമാണ്. മുല്ലപ്പെരിയാറിലോ മറ്റു ഡാമുകളിലോ അത് വെള്ളം നിറച്ച് നിർത്തുന്നത് പോലെ വിശ്വാസത്തെ നമുക്കൊരിക്കലും നിറച്ച് നിർത്തി ഉപയോഗിപ്പാൻ തക്കൊണ്ട് കഴിയത്തില്ല. പകരം സ്തോത്രം, അനുനിമിഷം അനുദിനം ദൈവം വിശ്വാസം തന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. ദൈവം വിശ്വാസം തന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും താളടിയായി പോകും, നമ്മൾ തകർന്നു പോകും. സോ ഓരോ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളിൽ ദൈവം വിശ്വാസം തന്നാലേ പറ്റത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ആ വിശ്വാസം കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ആ വിശ്വാസം വളരാനാണ് സാധ്യത കൂടുതൽ. സ്തോത്രം. കാരണം അപ്പോസ്റ്റസി, വിശ്വാസ ത്യാഗം എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. അന്ത്യകാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി കാര്യമാണ് സ്തോത്രം, വിശ്വാസ ത്യാഗം. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കൂട്ടായ്മയില്ലാതെ ചർച്ചസ് പൂട്ടപ്പെട്ട് കിടന്നതായ കാലയളവ് കളഞ്ഞപ്പോൾ ഒത്തിരി വിശ്വാസികൾ മാത്രമല്ല, സ്തോത്രം, ദൈവദാസന്മാരിൽ പോലും വിശ്വാസത്തിൻ്റെ അളവ് അധികമായി കുറഞ്ഞുപോയി. അത് കണ്ടിട്ടാണ് കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് വാണി നൽകിയത്. മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ, യേശു കർത്താവിൻ്റെ മടങ്ങി വരുന്ന സമയത്ത് ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്നാൽ സ്തോത്രം, അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. പെട്ടെന്ന് പറഞ്ഞേ, ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. ഏത് ലിസ്റ്റിൽ? വിശ്വാസം കുറയുന്നവരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് എഴുതിയിട്ടില്ല. ഒരിക്കൽ കൂടെ, വിശ്വാസം കുറയുന്നവരുടെ ലിസ്റ്റിൽ, പിന്മാറുന്നവരുടെ ലിസ്റ്റിൽ, തണുക്കുന്നവരുടെ ലിസ്റ്റിൽ, തകരുന്നവരുടെ ലിസ്റ്റിൽ എൻ്റെ പേര് എഴുതിയിട്ടില്ല. പകരം സ്തോത്രം, ദൈവകൃപയാൽ കർത്താവിൽ ഞാൻ പറ്റിയിരിക്കുന്നത് കൊണ്ട്, കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട്, കർത്താവിൽ ഞാൻ കണക്ട് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വിശ്വാസം കുറയുന്നതല്ല, പകരം എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതാണ്. ലൂക്കോസ് 17:5 ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദിനം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ. ലൂക്കോസ് 17:5, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? സ്തോത്രം, അതെ, വർദ്ധിപ്പിച്ചു തരണമേ. വിശ്വാസത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ. സ്തോത്രം. സോ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ശക്തനാണ്. റോമലേഖനം 12:3 ഭാവിക്കണമെന്ന് ഭാവിച്ചുയരാതെ, ഒരിക്കൽ കൂടെ, ഭാവിക്കണമെന്ന് ഭാവിച്ചുയരാതെ വിശ്വാസത്തിൻ്റെ അളവ്, സ്തോത്രം, പങ്കിട്ട വണ്ണം, ദാറ്റ് മീൻ വിശ്വാസത്തിൻ്റെ അളവ്. സോ there is a degrees of faith or measures of faith. വിശ്വാസത്തിന് ഒരു അളവുണ്ട്, വിശ്വാസത്തിനൊരു സ്തോത്രം, അതെ, ഡിഗ്രി ഉണ്ട്, ഒരളവുണ്ട്. ആ വിശ്വാസത്തിന് അളവുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസം കുറയുന്നതല്ല, പകരം ദൈവകൃപയാൽ സ്തോത്രം അത് വർദ്ധിക്കുന്നതാകണം. തണുപ്പിക്കുന്ന ലോകമാണ്, തകർക്കുന്ന ലോകമാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ സ്തോത്രം, വിശ്വാസം കുറയുന്നവരല്ല, വിശ്വാസം വർദ്ധിപ്പിക്കണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം. സോ നിങ്ങളെല്ലാവരും വിശ്വാസികളാണ്. ഒരിക്കൽ കൂടെ, നിങ്ങളെല്ലാവരും വിശ്വാസികളാണ്. ഓഫ്കോഴ്സ് നിങ്ങൾ ശിഷ്യന്മാരാണ്, ദൈവദാസിമാരാണ്, ദൈവദാസന്മാരാണ്. അതേസമയത്ത് ഇൻ ജനറൽ നമ്മെ ലോകം പറയുന്നത് യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിയാണ്. സ്തോത്രം, നിങ്ങളൊരു വിശ്വാസിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണ്? നിങ്ങളുടെ ജീവിതം എന്താണ്? നിങ്ങളുടെ ജീവിതം വിശ്വാസ ജീവിതമാണ്.
നിങ്ങൾ വിശ്വാസിയാണ്. നമ്പർ 1 സ്തോത്രം. 2 നിങ്ങളുടെ ജീവിതം സ്തോത്രം വിശ്വാസ ജീവിതമാണ്. നിങ്ങളൊരു വിശ്വാസി. നമ്പർ 2 നിങ്ങളുടെ ജീവിതം വിശ്വാസ ജീവിതം. അപ്പോൾ നിങ്ങളുടെ ഭവനം എന്താണ്? എൻ്റെ ഭവനം വിശ്വാസ ഭവനം. സ്തോത്രം. അതെ, ഞാനൊരു വിശ്വാസിയാണ്. എൻ്റെ ജീവിതം വിശ്വാസ ജീവിതമാണ്. എൻ്റെ ഭവനം സ്തോത്രം വിശ്വാസ ഭവനമാണ്. കേൾക്കുന്നുണ്ടോ? ഓളയുണ്ടോ? ഓൺലൈൻ വാണിയുണ്ടോ? കാരണം നിങ്ങളിങ്ങനെ ഫ്രീസായിരിക്കുന്നുണ്ടോ? കേൾക്കുന്നോ? സ്തോത്രം. അങ്ങനെ കേൾക്കുന്നവർ പറഞ്ഞാട്ടെ, ഞാൻ ഒരു വിശ്വാസി, എൻ്റെ ജീവിതം വിശ്വാസ ജീവിതം, എൻ്റെ ഭവനം വിശ്വാസ ഭവനം. വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞ് നന്നായിട്ട്, ഞാൻ ഒരു വിശ്വാസി, എൻ്റെ ജീവിതം വിശ്വാസ ജീവിതം, എൻ്റെ ഭവനം വിശ്വാസ ഭവനം. ഒന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഞാനൊരു വിശ്വാസി, എൻ്റെ ജീവിതം വിശ്വാസ ജീവിതം, എൻ്റെ ഭവനം വിശ്വാസ ഭവനം. കമാൺ, ഒരിക്കൽ കൂടെ, ഞാനൊരു വിശ്വാസി, എൻ്റെ ജീവിതം വിശ്വാസ ജീവിതം, എൻ്റെ ഭവനം വിശ്വാസ ഭവനം. യെസ്, സ്തോത്രം. സോ നിങ്ങളൊരു വിശ്വാസിയെങ്കിൽ, നിങ്ങളുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമെങ്കിൽ, നിങ്ങളുടെ ഭവനം വിശ്വാസത്തിൻ്റെ ഭവനമെങ്കിൽ, മനസ്സിലാക്കാൻ നിങ്ങൾ ഒരിക്കലും നാച്ചുറൽ അല്ല, നിങ്ങൾ സൂപ്പർ നാച്ചുറലാണ്. നിങ്ങളൊരു വിശ്വാസിയെങ്കിൽ, നിങ്ങളുടെ ജീവിതം വിശ്വാസ ജീവിതമെങ്കിൽ, നിങ്ങളുടെ ഭവനം ഒരു വിശ്വാസ ഭവനമെങ്കിൽ, നിങ്ങൾ ഒരിക്കലും സ്വാഭാവിക മനുഷ്യനെ പോലെ, ജാതികളെ പോലെ നിങ്ങൾ ജീവിക്കത്തില്ല. പകരം നിങ്ങൾ ജീവിക്കുന്നത് സൂപ്പർ നാച്ചുറലായിട്ടായിരിക്കും. ഹല്ലേലൂയ. കാരണം സ്തോത്രം. മർക്കോസ് സുവിശേഷം 9:23 യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ഒരിക്കൽ കൂടെ, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യം. ഒരിക്കൽ കൂടെ, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. സ്തോത്രം. അതുകൊണ്ട് ഇംപോസിബിൾ എന്ന് പറയുന്ന ടേം, അസാധ്യം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഒരിക്കൽ കൂടെ, അസാധ്യം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ ഭൗതികത്തിൽ, നിങ്ങളുടെ ആത്മീയത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ അസാധ്യം എന്ന് പറയുന്ന സകല കാര്യവും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഹല്ലേലൂയ. സ്തോത്രം. ട്രാക്ക് ഇടുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, ട്രെയിൻ വരുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ വിശ്വാസമുള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നുണ്ട്. പ്രസംഗത്തിന് മാർക്കിടുന്നവരുടെ മേലല്ല, പകരം വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകരം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. ഞാനിങ്ങനെ പറയട്ടെ, സ്തോത്രം. അത് അമേരിക്കയിൽ പോയാൽ ഡോളർ കൊണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. രൂപയെല്ലാം ഡോളറായിട്ട് കൺവെർട്ട് ചെയ്യണം. യൂറോപ്പിൽ പോയാൽ പൗണ്ട് വേണം, എന്നാലേ യൂറോപ്പിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഓരോ രാജ്യത്തിൽ പോകുമ്പോൾ അവരുടെ കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ കിങ്ഡത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ കറൻസി എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ നാണയമെന്ന് പറയുന്നത് വിശ്വാസമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ, എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ആവശ്യം. വിശ്വാസമുള്ളവർക്ക് മാത്രമേ സ്തോത്രം ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ചിലർ പറയും മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നു, സ്തോത്രം, പക്ഷെ വിശ്വാസമില്ലാത്ത പ്രാർത്ഥന വ്യർത്ഥമാണ്. ചിലർ പറയും മണിക്കൂറോളം പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്നു. നോ, ദൈവം നോക്കുന്നത് വിശ്വാസമാണ്. കാരണം വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എബ്രായർ 11:6. വിശ്വാസം കൂടാതെ സ്തോത്രം ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സോ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. വീട്ടുകാരും നാട്ടുകാരും നോക്കുമ്പോൾ സ്തോത്രം, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ കൃപയാൽ എല്ലാം നിൻ്റെ ജീവിതത്തിൽ സാധ്യമായി നടക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, എല്ലാം നിൻ്റെ ജീവിതത്തിൽ സാധ്യമായി നടക്കുന്നു. വല്ല കാലത്തുമല്ല നടക്കേണ്ടത്. ഒരു കൊച്ചിൻ്റെ ജീവിതത്തിൽ 24-ലോ 25-ലോ നടക്കേണ്ടത് 42-ലല്ല നടക്കേണ്ടത്. തക്ക സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ നടക്കുന്നു. സോ വിശ്വസിക്കുന്നവന് സകലതും സ്തോത്രം സാധ്യം. അതുകൊണ്ട് സ്തോത്രം, അതെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക ജീവിതമല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൃപയാൽ അതൊരു അത്ഭുതത്തിൻ്റെ ജീവിതമാണ്. സ്തോത്രം. ഹെബക്കൂക്ക് 2:4, റോമർ 1:17, ഗലാത്യർ 3:11, എബ്രായർ 10:38. 4 റെഫറൻസ് ഞാൻ പറഞ്ഞു. ഒരിക്കലും ഞാൻ മറക്കത്തില്ല, ചത്താലും മറക്കത്തില്ല. എൻ്റെ ആദ്യത്തെ പ്രസംഗമായിരുന്നു അത്.
സ്തോത്രം. ഹെബക്കുക്ക് 2:4, റോമർ 1:17, ഗലാത്യർ 3:11, എബ്രായർ 10:38. 2 ആഴ്ച ഞാൻ പ്രിപ്പയർ ചെയ്തു. 2 ആഴ്ച, ആദ്യത്തെ പ്രസംഗത്തിന് 2 ആഴ്ച പ്രിപ്പയർ ചെയ്തു. ഒരു 200 പേജ് ബുക്ക് തീർത്തു. സ്തോത്രം. 2 ആഴ്ച പ്രിപ്പയർ ചെയ്തു. 200 പേജിൻ്റെ ബുക്ക് പ്രിപ്പയർ ചെയ്ത് തീർത്തു. സ്തോത്രം. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. എനിക്ക് ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ എനിക്കൊരിക്കലും ഈ കയറി തന്നാൽ വരത്തില്ല. എന്നെക്കാളും കൃപ നിങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ട് സ്തോത്രം, പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾ വരുമായിരിക്കും. പക്ഷേ എനിക്ക് അത്രയൊന്നും കൃപയില്ല. നമ്മൾ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ദിവസം കുത്തിയിരിക്കണം. 2 ആഴ്ച പ്രിപ്പയർ ചെയ്ത് പ്രസംഗിക്കാൻ തുടങ്ങി. ആ തോമാച്ചൻ്റെ നോട്ടവും ആ കുഞ്ഞോം ബ്രദറിൻ്റെ കണ്ണുരുട്ടലും കണ്ടപ്പോൾ എൻ്റെ ഗ്യാസ് പോയി. 2.5 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രസംഗം ഹത്തം ഹോകയാണ്. 2.5 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രസംഗം കുളമായി. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി മേലാൽ പ്രസംഗിക്കത്തില്ലെന്ന് ആരെങ്കിലും തീരുമാനിച്ചുവെങ്കിൽ നിങ്ങൾ ഡെയിലി പ്രസംഗിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആ റെഫറൻസ് പറഞ്ഞു തരാം. ഹെബക്കുക്ക് 2:4, ഗലാത്യർ 3:11, റോമർ 1:17, എബ്രായർ 10:38. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാൽ എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 1 യോഹന്നാൻ 5:5. സ്തോത്രം. അത് ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം അത്രേ. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം അത്രേ. ഒരു വശത്ത് പറയുന്നു വിശ്വാസത്താൽ ജീവിക്കും, മറുവശത്ത് പറയുന്നു സ്തോത്രം ജയിക്കും. ഒരു വശത്ത് പറയുന്നു ജയിക്കും, മറുവശത്ത് പറയുന്നു ജീവിക്കും. ആര് സ്തോത്രം പറയാട്ടുണ്ട്? ഒരിക്കൽ കൂടെ പറയാം. ഒരു വശത്ത് പറയുന്നു ജീവിക്കും, മറുവശത്ത് പറയുന്നു ജയിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ആദ്യം പറഞ്ഞ 4 വാക്യവും അവസാനം പറഞ്ഞ 1 യോഹന്നാൻ 5:5 കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ജയിച്ച് ജീവിക്കും. ജയിച്ച് ജീവിക്കും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. എങ്ങനെ ജീവിക്കും? കരഞ്ഞല്ല ജീവിക്കുന്നത്, നിരാശപ്പെട്ടല്ല ജീവിക്കുന്നത്, പ്രശ്നം കണ്ടല്ല ജീവിക്കുന്നത്, പോരാട്ടം കണ്ടല്ല ജീവിക്കുന്നത്, യുദ്ധത്തിലല്ല ജീവിക്കുന്നത്, മറ്റുള്ളവരുടെ അതേ തൊഴി കൊണ്ടല്ല ജീവിക്കുന്നത്. പകരം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ വിക്ടിമല്ല, ഞാൻ ഇരയല്ല, ഞാൻ ജയിച്ച് ജീവിക്കും. സാഹചര്യങ്ങളെ ഞാൻ ദൈവകൃപയാൽ ജയിച്ച് ജീവിക്കാം. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് സ്തോത്രം ദൈവത്തിൻ്റെ കൃപയാൽ അതൊരു ജയിക്കുന്ന ജീവിതം തന്നെയാണ്. ജയിക്കുന്ന ജീവിതമാണ്. തിരുവചനത്തിൽ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്നതായ ഒരു കാര്യമാണ്. തുടർന്ന് സ്തോത്രം അത് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അവസാന സമയത്ത് നമ്മൾ സ്തോത്രം അല്പനേരം പ്രാർത്ഥിക്കണമെന്ന് ദൈവകൃപയാൽ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗം കേൾക്കുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ കാര്യം. പ്രാർത്ഥിക്കുമ്പോഴാണ്, ഇതിപ്പോൾ കേൾക്കുന്ന തിയറിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നവൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേള ഭൂരിപക്ഷം സമയം കർത്താവ് ഗലീലയിലായിരുന്നു. സ്തോത്രം. അപൂർവം ചില സമയം ഈ പെരുന്നാളിൻ്റെ സമയത്ത് യെരുശലേമിലേക്ക് പോകുമ്പോൾ എരിഹോ വഴി പോയി. അതുപോലെ തിരിച്ചു വരുമ്പോൾ യഹൂദിയ വഴി എരിഹോ വഴി വന്നു. അങ്ങോട്ട് പോകുന്നത് യഹൂദി വഴിയാണ്, തിരിച്ചു വരുന്നതും യഹൂദിയ വഴിയാണ്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും യഹൂദിയും എരിഹോവും കർത്താവ് സന്ദർശിച്ചു. സ്തോത്രം. അതെ, പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു ഫെസ്റ്റിവൽ ഡേയ്സിൽ യെരുശലേമിൽ ദൈവകൃപയാൽ പാർക്കുകയുണ്ടായി. സ്തോത്രം. ഭൂരിപക്ഷം സമയം കർത്താവ് യെരുശലേമിൽ നിന്ന് അകന്നു നിന്നു. യേശു ശുശ്രൂഷിച്ചു. കാരണം യെരുശലേംകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ദൈവദാസന്മാരെ എങ്ങനെ കല്ലെറിയണമെന്നറിയാം, അവർക്ക് ദൈവദാസന്മാരെ എങ്ങനെ കൊല്ലണം എന്നറിയാം. അതുകൊണ്ട് കർത്താവ് ഭൂരിപക്ഷം സമയത്തും സ്തോത്രം യെരുശലേമിൽ നിന്ന് അകന്നു നിന്നു. പല പ്രാവശ്യം നിങ്ങൾക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. അവനെ എറിവാനായി അവൻ കല്ലെടുത്തു. കർത്താവ് എങ്കി എറിഞ്ഞേ എന്ന് പറഞ്ഞ് യേശു കർത്താവ് നിന്നതേയില്ല, അവൻ മാറിക്കളഞ്ഞു. അർത്ഥം ഇതാണ്, അവനൊരു ടൈം ഉണ്ടായിരുന്നു. യേശു ഈ ലോകത്തിൽ വന്നത് മറ്റുള്ളവരാൽ കൊല്ലപ്പെടാനല്ല, പകരം ഉയർക്കാനാണ് യേശു വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വളരെ ശക്തമായി പഠിപ്പിക്കട്ടെ. ഒരിക്കലും വേറൊരുവൻ്റെ വിക്ടിമായി ജീവിക്കല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ഇരയല്ല. യു ആർ മോർ ദാൻ കോൺകറർ ഇൻ ക്രിസ്റ്റ് ജീസസ്. നിങ്ങളുടെ മുട്ട് മടങ്ങുന്നെങ്കിൽ ദൈവത്തിന് മുൻപിൽ മാത്രം മടങ്ങിയാൽ മതി. വേറെ ഓരോരുത്തൻ്റെ മുൻപിൽ ഒരു പ്രശ്നത്തില്ല. നിങ്ങളുടെ മുട്ട് ഒരിക്കലും മടങ്ങല്ല. കാരണം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ജയത്തിൻ്റെ ജീവിതമാണ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്.
സോ യേശു ഭൂരിപക്ഷം സമയത്ത് കർത്താവ് ഗലീലയിലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ, ഞാൻ പറഞ്ഞു വരുന്ന യേശു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരുന്നു. യേശു കർത്താവിന് ഒരു ഹെഡ് ക്വാർട്ടർ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷ ഹെഡ് ക്വാർട്ടർ ബേത്ലഹേമല്ല, അത് ജനിച്ച സ്ഥലമാണ് ബേത്ലഹേം. യേശു കർത്താവ് വളർന്ന നസ്രേത്തല്ല യേശുവിൻ്റെ സ്തോത്രം ഹെഡ് ക്വാർട്ടർ. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്ക് അത് ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കാം. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഹെഡ് ക്വാർട്ടർ നസ്രേത്തായിരുന്നെന്ന്. നോ, നസ്രേത്തല്ല യേശുവിൻ്റെ സ്തോത്രം ഹെഡ് ക്വാർട്ടർ. നസ്രേത്ത് വയ്ക്കാൻ കർത്താവ് ഒരു പക്ഷേ ആഗ്രഹിച്ചു കാണും, പക്ഷെ വയ്ക്കാത്തതിനൊരു കാരണമുണ്ട്. നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ സ്തോത്രം നിങ്ങൾ കാണുന്ന കഴിയും. സ്തോത്രം നസ്രേത്തിലേക്ക് യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കടന്നു വരികയാണ്. 40 ദിവസം ഉപവസിച്ചു, സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ച കർത്താവ് നസ്രേത്തിലേക്ക് കടന്നു വരുന്നു. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 18 മുതൽ താഴേക്ക്, ആ 4-ാം അധ്യായം ലൂക്കോസ് 4 നിങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. എത്ര പേർ സ്തോത്രം വായിച്ചിട്ടുണ്ടത്? യെസ്, നോക്ക്, ഇന്ന് തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന 21-ാം വാക്യം. പക്ഷെ ഒരു കാര്യം വളരെ ശക്തമായി ഞാൻ പറയട്ടെ, ഇന്ന് എന്ന് ഏത് അഭിഷിക്തൻ പറഞ്ഞു അവർക്ക് എല്ലാവർക്കും പോരാട്ടം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം എന്നാര് പറയുന്നു അവർക്കൊരു സ്പെഷ്യൽ പോരാട്ടമുണ്ട്. കാര്യം എന്താണെന്നറിയോ? പലരും പറയുന്ന ഇന്നലത്തെ കർത്താവിനെ കുറിച്ചാണ്, നാളത്തെ നിത്യതയെക്കുറിച്ചാണ്. ഒരിക്കൽ കൂടെ സ്തോത്രം, നാളത്തെ നിത്യതയ്ക്ക് വരുന്നവന് അധികം പരിക്കുകളില്ല. ഇന്നലെ ഉണ്ടായിരുന്ന ദൈവിക വിടുതലുകളെ കുറിച്ച് പറയുന്നവർക്ക്, ഹിസ്റ്ററി ജീവിക്കുന്നവർക്കും ഡെസ്റ്റിനി പറയുന്നവർക്കും വലിയ കുഴപ്പമില്ല. പക്ഷേ സുവിശേഷം എന്ന് പറയുന്നത് നാളത്തെയല്ല, ഇന്നലത്തെയല്ല, യേശു ഇന്നത്തെ ദൈവമാണ്. തിരുവചനം പറയുന്നു, ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു സുപ്രസാദകാല. ജനത്തെ നോക്കി പറയണം, ഇന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു യേശുവുണ്ട്, ഇന്ന് നിന്നെ സൗഖ്യമാക്കുന്ന യേശുവുണ്ട്, ഇന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന യേശുവുണ്ട്. സമൂഹം കണ്ണുനീർ താഴ്വരയിലാണ്, സമൂഹം പ്രശ്നത്തിലാണ്. അവിടെ നടുവിൽ കണ്ണുനീർ തുടയ്ക്കുവാനായി കർത്താവ് ഈ വിശുദ്ധ പുസ്തകം തന്ന് നമ്മെ അയക്കുമ്പോൾ പറയണം, യേശു ഇന്നലത്തെയല്ല, യേശു നാളത്തെയല്ല, യേശു ഇന്നത്തെ ദൈവമാണ്. കർത്താവ് പറഞ്ഞു, ഇന്ന് സ്തോത്രം, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കിയാൽ ഈ തിരുവചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. തുടർന്ന് ആ വാക്യത്തിൻ്റെ താഴെ നിങ്ങൾ വായിക്കുമ്പോൾ നസ്രേത്തുകാരുടെ സ്വഭാവം മാറി. അവിടെ സ്വഭാവം മാറി. അവനെ കൊല്ലുവാനായി പിടിച്ചു. യേശു കർത്താവിനെ പിടിച്ചു. യേശു വളർന്നതായ പട്ടണമാണ് നാസ്രേത്ത്. ഇന്ന് നിങ്ങൾ നാസ്രേത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ക്ലിഫുണ്ട്, അവിടെ ഒരു മലഞ്ചെരുവുണ്ട്. ആ മലഞ്ചെരുവിലേക്ക് യേശു കർത്താവിനെ പിടിച്ചിട്ട് പോയി, തല കീഴായി കൊല്ലുവാനായി സ്തോത്രം അവിടെ പിടിച്ചിട്ട് പോയി. 29-ാം വാക്യം. സ്തോത്രം, തല കീഴായി അവിടെ തള്ളിയിടുവാനായി സ്തോത്രം നസ്രേത്തുകാർ കൊണ്ടുപോയി. കർത്താവ് എന്ത് ചെയ്തത്? കർത്താവ് നസ്രേത്തിൽ നിന്ന് മാറിക്കളഞ്ഞു. നസ്രേത്തല്ല, അവൻ അവരുടെ നടുവിലൂടെ തന്നെ നടന്നു പോയി. നസ്രേത്ത് യേശു വിട്ടു. നസ്രേത്ത് യേശു വിട്ടിട്ട് യേശു കർത്താവ് കഫർനഹൂമിൽ വന്ന് തൻ്റെ മിഷൻ ഹെഡ് ക്വാർട്ടർ, തൻ്റെ ശുശ്രൂഷയുടെ ഹെഡ് ക്വാർട്ടർ താമസിച്ചു. സ്തോത്രം, നസ്രേത്തിൽ നിന്ന് മാറിയിട്ട് യേശു എവിടേക്ക് വന്നു പറഞ്ഞാട്ടെ? സ്തോത്രം, കഫർനഹൂമിലേക്ക് വന്നു. നസ്രേത്തിൽ നിന്ന് കർത്താവ് മാറിയത് കൊണ്ട് യേശു പിന്മാറ്റത്തിൽ പോയില്ല. നസ്രേത്തിൽ നിന്ന് യേശു മാറിയത് കൊണ്ട് സ്തോത്രം, യേശു കർത്താവിൻ്റെ അഭിഷേകം പോയില്ല. സ്തോത്രം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദൈവദത്തമായി നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മനസ്സിലാക്കണം, അതൊരിക്കലും ഡിമോഷൻ അല്ല, അത് പ്രൊമോഷൻ ആയിരിക്കും. ഉയരങ്ങളിൽ പറക്കുന്ന കഴുകനോട് ചോദിച്ചാൽ കഴുകന് പറവാൻ തക്കണം കഴിയും. ഞാൻ പൊളിയാനല്ല ഈ കാറ്റ്, ഈ പ്രശ്നം എനിക്ക് നേരെ ഉണ്ടാകുന്നത്. കൂട് സ്തോത്രം ഉലയുന്നെങ്കിൽ മനസ്സിലാക്കണം, എനിക്ക് ഉയരങ്ങൾ കീഴടക്കുവാനുണ്ട്. നാസ്രേത്തിൽ നിന്ന് യേശു കർത്താവ്, നസ്രേത്തുകാർ അവനെ കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ, അവനെ തലകീഴായി തള്ളിയിടാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്ന് പെട്ടി പാക്ക് ചെയ്ത് അവന് സ്തോത്രം നഹൂമിലേക്ക്, നഹൂമിൻ്റെ പട്ടണമായ കഫർനഹൂം എന്ന പട്ടണത്തിലേക്ക് വന്നു. കഫർനഹൂം ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? കഫർനഹൂം എന്ന് പറഞ്ഞ. കഫർനഹൂം എന്ന പദത്തിന് അർത്ഥം ഇതാണ്, ദ വില്ലേജ് ഓഫ് കംഫർട്ട്, അല്ലെങ്കിൽ ദ സിറ്റി ഓഫ് കംഫർട്ട്, ആശ്വാസത്തിൻ്റെ പട്ടണം. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, എവിടെയാണോ നിങ്ങൾ പാർക്കുന്നത് ആ ചുറ്റുപാടിൽ നിങ്ങളിലൂടെ ഒരാശ്വാസമുണ്ട്. കാരണം ദൈവം ആശ്വാസം കെടുത്തുന്നവനല്ല, ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം, അതേ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചിരിക്കും. സ്തോത്രം, കൊടുങ്കാറ്റുകൾ, വിവിധ ക്രമത്തിലുള്ള കൊടുങ്കാറ്റുകൾ കണ്ടിട്ടായിരിക്കാം നിങ്ങൾ കടന്നു വന്നത്. പക്ഷേ ഇന്ന് പകൽക്കാലം ജെന്റിൽ ബ്രീസ്, മന്ദമാരുതനായി പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ തണുപ്പിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ,
വടുതിക്കാറ്റ് വരിക, തെന്നിക്കാറ്റ് വീശുക. നിൻ്റെ സഭയാം തോട്ടത്തിൽ അല്ലെങ്കിൽ ഈ തോട്ടത്തിൽ ഫലമുണ്ടാകേണ്ടതിന് ഞങ്ങളുടെ മധ്യത്തിൽ ഊതണമേ. അത് കൊടുങ്കാറ്റല്ല, അത് പെരുങ്കാറ്റല്ല, അത് ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റത്തിന് പരിശുദ്ധാത്മാവാം ദൈവം പ്രാണൻ ചൂടായി വന്ന് നിരാശയോടെ, വേദനയോടെ, പ്രശ്നത്തോടെ, ആരാ എൻ്റെ പ്രശ്നം കേൾക്കുന്നേ, ആരാ എൻ്റെ വേദന കേൾക്കുന്നേ, ആരോടാ ഞാനിത് പറയേണ്ടത് എന്ന് വിചാരിച്ച് ഉടഞ്ഞു ഉരുകിയിരിക്കുന്ന നിങ്ങളെ അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് കർത്താവ്. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. അപ്പനെപ്പോലെ കരുണ തോന്നുന്നവനാണ് ദൈവം. ഒരിക്കൽ കൂടെ, അപ്പനെപ്പോലെ കരുണ തോന്നുന്നവനാണ് ദൈവം. അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. എന്നെപ്പോലെയുള്ള ധാരാളം ദൈവദാസന്മാർ പറയും, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. ഒരിക്കൽ കൂടെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. കരയുന്നവരോട് കൂടെ കരയുന്നവനാണ് കർത്താവ്. ഒരിക്കൽ കൂടെ, കരയുന്നവനോട് കൂടെ കുറച്ചുകൂടെ കരയിപ്പിക്കുന്നവനല്ല, പകരം കരയുന്നവരോട് കൂടെ കരയുന്നവനാണ് കർത്താവ്. സോ യേശു കർത്താവ് കഫർനഹൂമിലേക്ക് കടന്നു വന്നു. കഫർനഹൂം എന്ന് പറഞ്ഞാൽ നഹൂം. എത്ര പേര് നഹൂം എന്ന പുസ്തകം കണ്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാട്ടെ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്തോത്രം, ചിലപ്പോൾ നഹൂം, ഒബേദ്യ, സെഫന്യാവ് തുടങ്ങിയ ആൾക്കാരൊക്കെ നമ്മൾ കാണും. നഹൂം, സഫന്യ, ഒബദ്യാവ്. അപ്പോൾ സ്തോത്രം, അവരിങ്ങനെ സ്വർഗത്തിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഓഹോ എവിടെന്നാ, ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള മൈനർ പ്രോഫറ്റ്സ് മിക്കവാറും പറയും, സ്തോത്രം, അതെ ഞാനൊരു പുസ്തകവും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം, ഉറങ്ങിയിരിക്കുന്ന കണ്ണു തുറക്കട്ടെ. സോ നഹൂമിൻ്റെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്. നഹൂം, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. സോ ആ നഹൂം പ്രവാചകൻ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു സ്തോത്രം ഈ കഫർ നഹൂം. നഹൂമിൻ്റെ പട്ടണം എന്നൊരു പദം കൂടെ, എന്നൊരർത്ഥം കൂടെ ആ പ്രദേശത്തിനുണ്ട്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കംഫർട്ട്. കഫർനഹൂം മറ്റൊരു പ്രത്യേകത, നഹൂമിൻ്റെ പട്ടണമാണ്. കഫർനഹൂമിൻ്റെ വേറൊരു പ്രത്യേകത, സിൽക്ക് റോഡ് കടന്നു പോകുന്നത്. ഫേമസായി ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, സിൽക്ക് റോഡ് കടന്നു പോകുന്നത് കഫർനഹൂമിലൂടെയാണ്. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞാൽ അതൊരു ജംഗ്ഷനാണ്, അത് വലിയൊരു സ്തോത്രം ജംഗ്ഷനാണ്. വലത്തേക്ക് പോയാൽ യൂറോപ്പിലേക്കാണ്, താഴേക്ക് പോയാൽ ആഫ്രിക്കയാണ്, ഇപ്പോൾ നിൽക്കുന്നത് ഏഷ്യയാണ്. സോ 3 ഭൂഖണ്ഡങ്ങളുടെ ജംഗ്ഷനായിരുന്നു അത്. ഒരിക്കൽ കൂടെ, 3 ഭൂഖണ്ഡങ്ങളുടെ ജംഗ്ഷനായിരുന്നു അത്. അതൊരു റിനൗണ്ട് സിറ്റിയാണ്. യൂറോപ്യൻസിന് അറിയാം, ആഫ്രിക്കക്കാർക്ക് അറിയാം, ഏഷ്യക്കാർക്ക് അറിയാം. സ്തോത്രം, സിൽക്ക് റോഡ് വരുന്നത് അത് ചൈനയിൽ നിന്നാണ് വരുന്നത്. മാർക്കോ പോളോ യാത്ര ചെയ്ത് വന്നത് ആ സ്ഥലത്തൂടെയാണ്. നിങ്ങൾ ചരിത്രം പഠിച്ചവർ എന്നെക്കാൾ നന്നായി ചരിത്രം അറിയാവുന്നവരുണ്ട്, അതുകൊണ്ട് ഐ ഷുഡ് ബി കെയർഫുൾ. സോ ഇറ്റ്സ് എ ഫേമസ് പ്ലേസ്. അതൊരു വലിയൊരു സ്തോത്രം പ്രധാനപ്പെട്ടതായ ഒരു സ്ഥലമാണ് സ്തോത്രം കഫർനഹൂം. മനസ്സിലാക്കണം, രാജാവ് തൻ്റെ ശുശ്രൂഷ ഹെഡ്ക്വാർട്ടർ അവിടെയാണ് സ്ഥാപിച്ചത്. സോ യേശുവിൻ നാമത്തിൽ. സോ ആ പട്ടണത്തിലാണ് കർത്താവ് അത് താമസിച്ചത്. ഭൂഖണ്ഡങ്ങൾ, വിവിധ കൾച്ചറുകൾ ഒരുമിച്ച് ചേരുന്നതായ ആ സ്ഥലം. അവിടെയാണ് മത്തായി ടാക്സ് കളക്ടറായിരുന്നത്. മത്തായിക്ക് ഭയങ്കര പണമായിരുന്നു. ഒന്നാമത്തെ സ്തോത്രം സുവിശേഷം എത്തിയ മത്തായി വന്നിട്ട് വളരെ പണക്കാരനായിരുന്നു. കാരണം ഇത്ര വലിയ ഇൻ്റർനാഷണൽ മണി, അന്തർദേശീയ ധനം ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലത്തിരുന്ന് അധികം സ്തോത്രം പൈസ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യനായിരുന്നു സ്തോത്രം മത്തായി. മത്തായി എന്ന് പറയുന്ന ആ ഒന്നാമത്തെ സുവിശേഷം എഴുതിയവൻ കണ്ട് നിറഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ, വ്യക്തികളെ നോക്കി ഞാൻ പറയാം, കണ്ട് നിറഞ്ഞവനെ, ഉണ്ട് നിറഞ്ഞവനെ ദൈവം തൻ്റെ കൃപയിൽ പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. സോ മത്തായി കണ്ട് നിറഞ്ഞവനാണ്. ചെറുപ്പത്തിലെ കണ്ട് നിറഞ്ഞവർ എൻ്റെ ചുറ്റുമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സോ മത്തായി അവിടെ നിന്ന് സ്തോത്രം ടാക്സ് പിരിക്കുമ്പോൾ മത്തായിക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടുത്തെ ശതാധിപൻ. ആ ശതാധിപൻ സ്തോത്രം മത്തായിക്ക് വളരെ നന്നായിട്ട് അറിയാം. സോ ഹി വാസ് വെൽ കണക്റ്റഡ്. ആ ശതാധിപനുമായി സ്തോത്രം മത്തായിക്ക് വളരെ നന്നായി കറക്റ്റായി അറിയാം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലും നിങ്ങൾക്ക് സ്തോത്രം ഈ ഭാഗം മത്തായി വ്യത്യസ്തമായി എഴുതിയിരിക്കുന്നത് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. കാരണം മത്തായിക്ക് ഈ മനുഷ്യനെ വളരെ നന്നായിട്ട് അറിയാം, ഈ ശതാധിപനെ അറിയാം. സ്തോത്രം. അങ്ങനെ സ്തോത്രം ആ സ്ഥലം കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലം അതൊരു പ്രാധാന്യമുള്ളതായ ഒരു സ്ഥലമാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ തൊക്കണം കഴിയും. യേശു കർത്താവ് റിജക്റ്റ് ചെയ്യപ്പെട്ട് നസ്രയത്തിൽ നിന്ന് കർത്താവ് പുറത്തു വന്നിട്ട് അവരിതാ സ്തോത്രം സെബൂലൂൻ നഫ്താലി എന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. സെബൂലൂൻ നഫ്താലി 2 ഗോത്രങ്ങളുടെ പേരാണ്, സെബൂലൂൻ നഫ്താലി. യെശയ്യാപ്രവചനം 9:2 സ്തോത്രം ഫുൾഫിൽ ചെയ്യുകയാണ്. യെശയ്യാപ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം അവിടെ നിറവേറുകയാണ്. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിൻ്റെ
ദേശത്തിന് തിമിരം നൽകുകയില്ല. പണ്ടവൻ സുബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിന് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടുവലിരിയായി യോർദാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. രണ്ടാം വാക്യം ശബ്ദമുയർത്തി വായിച്ച്, ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് മാർത്തയുടെ മേൽ പ്രകാശം ശോഭിച്ചു. നസ്രേത്തിൽ നിന്ന് കർത്താവ് റിജക്റ്റ് ചെയ്തപ്പോൾ, നസ്രേത്തിൽ നിന്ന് യേശു കർത്താവിനെ തള്ളിയപ്പോൾ കർത്താവ് സ്തോത്രം കഫർനഹൂമിലേക്ക് കടന്നു വന്നു. കഫർനഹൂമിലേക്ക് കടന്നു വന്നപ്പോൾ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന ക്രമത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ, അതിശക്തമായിട്ടുള്ള ആത്മപ്രവൃത്തി ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിച്ചു. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. എത്ര വലിയ ഇരുട്ടിൻ്റെ കോട്ടകൾ ഏത് പട്ടണത്തിലിരുന്നാലും, അത് ന്യൂയോർക്ക് ആയിരിക്കാം, അത് ലോസ് ഏഞ്ചൽസ് ആയിരിക്കാം, അത് ഡൽഹി ആയിരിക്കാം, ബോംബെ ആയിരിക്കാം, കൽക്കട്ട ആയിരിക്കാം, തിരുവനന്തപുരം ആയിരിക്കാം, വെളിച്ചം വന്നാൽ ഇരുട്ട് ഓടും. കമാൺ, വെളിച്ചം വന്നാൽ ഇരുട്ട് ഓടിയിരിക്കും. ഹല്ലേലൂയ. ആരാണ്ട് പറഞ്ഞു, ഞാൻ ഏഷ്യയുടെ വെളിച്ചമാകുന്നു. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, ഓഹോ, നീ ലോക്കൽ വെളിച്ചമാണെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 8:12 കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സോ ലോകത്തിൻ്റെ വെളിച്ചം, സ്തോത്രം, അത് അവിടെ കടന്നു വന്നു. സോ വെളിച്ചം വന്നാൽ ഇരുട്ടിന് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. അവിടെ സംഭവിച്ചത്, സ്തോത്രം, അതെ, ഇരുട്ട് ഓടി ദൈവത്തിൻ്റെ കൃപയാൽ വെളിച്ചം ശോഭിക്കുകയുണ്ടായി. എന്നാൽ കർത്താവിനെ ഇന്ന് അറിയപ്പെടുന്നത് എത്രയോ രസകരമാണ്. കർത്താവിനെ അറിയപ്പെടുന്നത് കഫർനഹൂമിലെ യേശു എന്നല്ല അറിയുന്നത്. നമ്മളൊരു ഭൂതത്തെ പുറത്താക്കുമ്പോൾ കഫർനഹൂമിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ സാത്താനെ ശാസിക്കുമ്പോൾ, ദുരാത്മാവിനെ ശാസിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്യാൻസറിനെ ശാസിക്കുമ്പോൾ കഫർനഹൂമിൻ്റെ യേശു എന്നല്ല പറയുന്നത്. പറ എവിടെയാണ്? കമാൺ, ഒരിക്കൽ കൂടെ, നസ്രേന യേശു. സോ അതിൻ്റെ ഒരു നീതിയുണ്ട്. എവിടെയാണോ ആര് തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി ആരാണോ തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്, ആ പട്ടണം അറിയപ്പെടുന്നത് ആ യേശുവിൻ്റെ പേരിലാണ്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ആരാണോ നിനക്കെതിരെ പല്ല് കടിക്കുന്നത്, ആരാണോ നിന്നെ നോക്കി തുറച്ചു നോക്കുന്നത്, ആരാണോ സ്കാൻഡലൈസ് ചെയ്യുന്നത്, ആരാണോ മുറിവേൽപ്പിക്കുന്നത്, ആരാണോ കല്ലെറിയുന്നത്, ആരാണോ ഒറ്റപ്പെടുത്തുന്നത്, ആരാണോ അപവാദം പറയുന്നത്, അവൻ്റെ കെട്ടഴിപ്പാൻ ദൈവം നിന്റെ അഭിഷേകത്തെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നസ്രേന യേശു ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തൻ. വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, നസ്രേന യേശു ലോകം കണ്ട ഏറ്റവും വലിയ അഭിഷിക്തൻ. അവൻ മുറിവേറ്റവനാണ്. രണ്ടുപേരെ തൊട്ട് പറ, പക്ഷെ തോറ്റിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞാട്ടെ, നസ്രേന യേശു അവൻ മുറിവേറ്റവനാണ്, പക്ഷെ അവൻ തോറ്റവനല്ല. നസ്രേന യേശു അവൻ മുറിവേറ്റവനായിരിക്കാം, പക്ഷെ അവൻ തോറ്റവനല്ല. നസ്രേത്തിൽ നിന്ന് അവനെ തലകീഴായി തള്ളിയിടാൻ വേണ്ടി സ്തോത്രം ശ്രമിച്ചു. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗവും ഭൂമിയും പാതാളവും അറിയപ്പെടുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓഫ് നസ്രേന യേശുവിൻ്റെ നാമത്തിൽ, നസ്രേന യേശുവിൻ്റെ നാമത്തിൽ. കരങ്ങളെ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. നസ്രേത്തിൽ തലകീഴായി തള്ളിയിട്ട് കൊല്ലാൻ നോക്കി, പക്ഷേ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. എന്തോ ഗതികേട്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇവിടെ കേട്ടിട്ടുണ്ട്, 118:22 118 സങ്കീർത്തനം 22 വാക്യം, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല്. അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ, എനിക്ക് വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് തള്ളുന്നെങ്കിൽ ഉടനെ നൃത്തം ചെയ്ത് ആരാധിച്ചോളാം. ഉടനെ നൃത്തം ചെയ്താലും നിങ്ങൾ ഏത് വീട്ടുകാരെ, ഏത് ഓഫീസ്, ഏത് സഹപ്രവർത്തകർ എവിടെ തള്ളുന്നു, തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഏറ്റവും നല്ല ബേക്കറി പോയി 1 കിലോ കേക്കിന് ഓർഡർ ചെയ്യണം. എന്നിട്ട് ആ കേക്ക് മേടിച്ച് വേറെ നാട്ടുകാർക്ക് ആർക്കും കൊടുക്കല്ല. മക്കളെ വിളിക്കണം. മക്കളെ വാ, ഭാവിയിൽ അപ്പച്ചൻ ഏതാണ്ട് വലിയ കാര്യം നമുക്ക് ചെയ്യാൻ പോകുന്നു. എന്തെങ്കിലും കിട്ടിയിട്ടല്ല നമുക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. വാ, ഇൻ അഡ്വാൻസ് ആയി തള്ളിയവരുടെ നടുവിൽ, തകർക്കുന്നവരുടെ നടുവിൽ ജയത്തിന്റെ കൊടി ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ വർഷം മുഴുവൻ നിങ്ങളത് ആഘോഷിക്കും. ഈ വർഷം മുഴുവൻ വ്യക്തിയായി, കുടുംബമായി നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങുന്ന മഞ്ഞ് പോലെ, മഴ പോലെ വെളിപ്പെടും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രയത്തുകാർ തള്ളി കഫർനഹൂമിലേക്ക് വന്നു, പക്ഷെ പൊളിഞ്ഞില്ല. ലോകം കണ്ട ഏറ്റവും ഭയങ്കര ശുശ്രൂഷ വെളിപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ നീ. മനുഷ്യൻ തള്ളും, ദൈവം താങ്ങും. മനുഷ്യൻ തള്ളും, ദൈവം കൊള്ളും. മനുഷ്യൻ തള്ളും, ദൈവം ഉയർത്തും. മനുഷ്യൻ തള്ളും, ദൈവം മാനിക്കും. മനുഷ്യൻ തള്ളും, നിന്റെ അഭിഷേകം വർദ്ധിക്കും. മനുഷ്യൻ തള്ളും, നിന്റെ അഗ്നി പെരുകും. മനുഷ്യൻ തള്ളും, നിന്റെ വിശ്വാസം വർദ്ധിക്കും. മനുഷ്യൻ തള്ളും, നിന്റെ അതോറിറ്റിക്ക് ഒരു വർധനവ് നൽകി തരും. നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കിയത്? നീ ആര്? ഒത്തിരി തിരുവനന്തപുരമായി പോയല്ലേ. നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കിയത്? നിന്നെ ആരാ ഞങ്ങളെ വിടുവിക്കുന്നവനാക്കിയത്? അതാണ് ഒറിജിനൽ ടെക്സ്റ്റ്. നിന്നെ ആരാ ഞങ്ങളെ വിടുവിക്കുന്നവനാക്കിയത്? സ്വർഗം അത് കേട്ടു. മോശ കേട്ടതിനേക്കാൾ നന്നായിട്ട് സ്വർഗം കേട്ടു. മോശ ഭാഗികമായിട്ട് കേട്ടുള്ളൂ, ദൈവം പൂർണ്ണമായിട്ട് കേട്ടു. മോശ പറഞ്ഞത് കേട്ടുള്ളൂ, ദൈവം പറയാത്തതും കൂടെ കേട്ടു. ഒരിക്കൽ കൂടെ, മോശ പറഞ്ഞതേ കേട്ടുള്ളൂ, പക്ഷെ അവൻ ചിന്തിച്ചത് കൂടെ ദൈവം കേട്ടു. ഇത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് വിലപ്പെടാൻ. സ്തോത്രം. നിനക്കെതിരെ പറഞ്ഞത് നീ കേട്ട് കാണത്തില്ല, പക്ഷെ കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്. നിനക്കെതിരെ ചരട് വലിച്ചത്, നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്, നിനക്കെതിരെ ചിന്തിക്കുന്നത് കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്, കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്, കേൾക്കേണ്ടവൻ കേട്ടിട്ടുണ്ട്, കാണേണ്ടവൻ കണ്ടിട്ടുണ്ട്. നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായപാലകനാക്കിയത്? സ്വർഗത്തിലെ ദൈവം എഴുതിയിട്ടു 40 വർഷത്തിന് ശേഷം യവറ്റകളെ കെട്ടഴിക്കാൻ 40 വർഷത്തിന് ശേഷം യവറ്റകളെ കെട്ടഴിക്കാൻ ഞാൻ നിന്നെ തന്നെ ഉപയോഗിക്കും. കാരണം പ്രതികാരം നിൻ്റെതല്ല, പ്രതികാരം എൻ്റെതാണ്. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. സോ തള്ളിയ മോശയെ അവർക്ക് കൊള്ളേണ്ടി വന്നു. ഒരിക്കൽ കൂടെ, തള്ളിയ മോശയെ, നിൻ്റെ അങ്കിളിൻ്റെ കെട്ടഴിയുന്നത് നിന്നിലൂടെയാണ്. നിൻ്റെ ആ തുറിച്ചു നോക്കിയ ആൻറ്റി സ്നാനപ്പെടുന്നത് നീ സുവിശേഷം പറഞ്ഞിട്ട്, നിൻ്റെ കുടുംബക്കാർ മുഴുവൻ രക്ഷിക്കപ്പെട്ട് കയറുന്നത് നിൻ്റെ ശബ്ദത്തിലൂടെ യേശുവിനെ കുറിച്ച് കേട്ടിട്ട്. നിന്നെ തള്ളിയവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ വേണ്ടി പോകുന്നു. നിന്നെ തകർത്തവരുടെ നടുവിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. നിനക്കൊരു സ്പെഷ്യൽ മിനിസ്ട്രി അപ്പുറത്തെ സ്റ്റേഡിയത്തിലും പുത്തിരിക്കണ്ടത്തും മാത്രമല്ല നിനക്കുള്ളത്. പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ് നിന്നെ തകർത്തവരുടെ നടുവിൽ, നിന്നെ മുറിവേൽപ്പിച്ചവരുടെ നടുവിൽ അവരെ വിടുതൽ വേണ്ടി ദൈവം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. രണ്ടാമത് വീണ്ടും പറയാം, സ്തോത്രം. ഒരുത്തന്നെ തള്ളിയെടുത്ത് ഒരു പൊട്ടക്കുഴിയിലിട്ടു. ഒരുത്തനെ സ്തോത്രം പൊട്ടക്കുഴിയിലിട്ടു. പിന്നത്തേതിൽ അവനെ വിറ്റ് പൈസയാക്കി. കിട്ടിയത് ഫോറിൻ പൈസയാണ്. കാരണം ഇസ്മായിലിയറാണ് സ്തോത്രം മേടിച്ചത്. അതുകൊണ്ട് ഫോറിൻ പൈസയായിരിക്കണം മിക്കവാറും കിട്ടിയത്. ഉറങ്ങിയിരുന്ന ആരാണ്ട് ഫോറിൻ പൈസ എന്ന് പറയുമ്പോൾ ഞെട്ടി കണ്ണു തുറന്നു. ഹല്ലേലൂയ. സ്തോത്രം. വിറ്റത് കിട്ടിയത് ഫോറിൻ പൈസയായിരുന്നു. ഹല്ലേലൂയ. അവനെ റിജക്റ്റ് ചെയ്തു. ആരെ? യോസെഫിനെ റിജക്റ്റ് ചെയ്തു. യോസെഫിനെ റിജക്റ്റ് ചെയ്തു. പക്ഷെ പിന്നത്തേതിൽ ആരാണോ തള്ളിയത് ഇവന്മാർ മാറി മാറി ഒരു പെട്ടി ചുമക്കുക. ഒരിക്കൽ കൂടെ, ഈ തള്ളിയത് ആരെന്നറിയോ? ഇവന്മാർ മാറി മാറി പെട്ടി ചുമക്കുക. ഈ പുറപ്പാട് പ്രാപിച്ച് എല്ലാവരും പുറത്തു വന്നു, പെട്ടെന്ന് പുറത്തു വന്നു. പക്ഷേ പുറപ്പാടിന് നേതൃത്വം നൽകിയ മോശ പുറത്തു വരുന്നില്ല. മോശ പറഞ്ഞു, എനിക്ക് കുറച്ച് എക്സ്ട്രാ ബാഗേജ് കൂടുതലാണ്, എനിക്ക് ബാഗേജ് അല്പം കൂടുതലാണ്, എനിക്ക് ലഗേജ് അല്പം കൂടുതലാണ്. അതെന്താ മോശെ ലഗേജ് കൂടുതലല്ല? അതെ, പണ്ട് നമ്മൾ തള്ളിയ ഒരു പുള്ളിയുണ്ട്, അവൻ്റെ അസ്ഥി കൂടെ ഞാനൊന്ന് എടുത്തോട്ടെ. പണ്ട് നമ്മൾ തള്ളിയ ഒരുത്തനുണ്ടേ, അവൻ്റെ അസ്ഥി കൂടെ ഞാനൊന്ന് എടുത്തോട്ടെ. സ്തോത്രം. എന്തോ ഒരു ഷെയിം പാപ്പി ഷെയിം. സ്തോത്രം. അവനെ തള്ളിയ പറയണമായിരുന്നു. ഇപ്പം 40 വർഷം 40 വർഷം അവൻ്റെ അസ്ഥിയെ ചുമന്ന് നടക്കേണ്ട അവസ്ഥ വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ധൈര്യമായിരിക്കാം. നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ വേർതിരിച്ച ഒരു കർത്താവുണ്ട്, നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ട്. ദൈവം തന്നെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാ. ദൈവം തന്നെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാ. ദൈവം തന്നെ ഉയർത്താൻ പോവാ. ഓ കമാൺ, കരങ്ങൾ അടിച്ച് ഇൻ ജീസസ് നെയിം.
രണ്ടുപേരെ തൊട്ട് മുഖത്തോക്കി പറ, വേറെ വഴിയില്ല. പറഞ്ഞാട്ടെ, വേറെ വഴിയില്ല. വേറെ വഴിയില്ല, വേറെ വഴിയില്ല, വേറെ വഴി. അവൻ വന്നാലേ എൻ്റെ കെട്ട് അഴിയത്തുള്ളൂ. ആ ചെറുക്കൻ സ്റ്റോർ ഹൗസ് തുറന്നാലേ എൻ്റെ പട്ടിണി മാറത്തുള്ളൂ. ആർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്? എൻ്റെ പ്രാർത്ഥന ഉറുമിലാണെങ്കിൽ ഞാൻ നിലവിളിച്ച് കരഞ്ഞേനെ. ഞാൻ ഒരിക്കൽ കൂടെ പറയും, എൻ്റെ പ്രാർത്ഥന ഉറുമിലായിരുന്നേ ഞാൻ നിലവിളിച്ച് കഴിഞ്ഞേനെ. ആ ചെറുക്കൻ ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് അവൻ സ്റ്റോർ ഹൗസ് തുറന്നാലേ 70 പേരുടെ പട്ടിണി മാറത്തുള്ളൂ. ഓ, ആ ചെറുക്കൻ താക്കോലെടുത്ത സ്റ്റോർ ഹൗസ് തുറന്നാലേ പട്ടിണി മാറത്തുള്ളൂ. ആ തള്ളി അവൻ 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 വടി നീട്ടിയാലേ ചെങ്കടൽ വിഭാഗിക്കപ്പെടത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ നീതി 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 സൂര്യൻ ജീവിതങ്ങൾക്കായി ഉദിക്കട്ടെ. യഹോവ തിസ്കനു നീതിയുള്ള ന്യായാധിപതി എഴുന്നേൽക്കട്ടെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ, എല്ലാ ഓഫീസുകളിൽ, എല്ലാ ശുശ്രൂഷകളിൽ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ, എല്ലാ ഓഫീസുകളിൽ, എല്ലാ കുടുംബങ്ങളിൽ ഓ റാഖമാന ശാംധുരിയാസ്യ കരങ്ങൾ അടിച്ചു വായ്കളെ തുറന്ന് ആരാധിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ നസ്രേത്തിനേക്കാൾ ബെറ്റർമെന്റ് ആയിരുന്നു കഫർനഹൂമിന്റെ ഷിഫ്റ്റ്. ആരോടോ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഈ ഷിഫ്റ്റ് നിനക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകുക. അത് താഴ്ചയ്ക്ക് വേണ്ടിയല്ല, അത് ഉയർച്ചയ്ക്ക് വേണ്ടിയായിരിക്കും. ദൈവം നിന്നെ കൂട് മാറ്റി പാർപ്പിക്കുന്ന പോലെ മാറ്റി പാർപ്പിക്കുന്നു. ഓ കമാൺ, ആരോടാണ് ഞാൻ പ്രവചിക്കുന്നത്? കൂട് മാറ്റി പാർപ്പിക്കുന്ന പോലെ. നിന്റെ ഒക്കെ നല്ല വീടുണ്ട്, ആ വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ നീ കുറ്റിച്ചെടിയായിരുന്നു അവിടെ. ദൈവം നിന്നെ മാറ്റി പാർപ്പിച്ചത് നീ ഒരു സിഡാർ ലബാനോനിലെ ദേവദാരു ആകേണ്ടതിന് വേണ്ടി. സ്വന്തം ദേശങ്ങളിലുള്ള വീടിനെ മാറ്റിയിട്ടിട്ട് ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന ദൈവം നിന്നെ പാർപ്പിച്ചത് കുറ്റിച്ചെടിയായിരിക്കാനല്ല, അനേകർക്ക് നീ തണൽ കൊടുക്കാം. ആയിരങ്ങൾക്ക് അമ്മയാകാൻ, ആയിരങ്ങൾക്ക് അപ്പനാകാൻ, ആയിരങ്ങൾക്ക് അനുഗ്രഹമാകാൻ. നസ്രേത്തിൽ നിന്ന് കഫർനഹൂമിലേക്ക് നിനക്കൊരു ഷിഫ്റ്റ്. കമാൺ 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 കമാൺ. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരെ നോക്കി ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, വെൽക്കം ടു ട്രിവാൻഡ്രം, വെൽക്കം ടു ട്രിവാൻഡ്രം. വാ വാ വാ. നിങ്ങൾ അനേകരെ കൂട് മാറ്റി ദൈവം കൊണ്ടുവന്ന് ഈ പട്ടണത്തിൽ പാർപ്പിപ്പാൻ പോകുന്നു. കമാൺ, ക്രൈസ്റ്റ് സെന്റർ ക്രിസ്ത്യൻ കോളനിക്ക് വേണ്ടി ആരെങ്കിലും ആരാധിക്കുമോ? ക്രിസ്ത്യൻ കോളനിക്ക് വേണ്ടി. എഴുതിയിട്ട് കാണാതെ പഠിക്കുക. ഈ ചർച്ച് പറയും പ്രദേശം മുഴുവൻ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ഓ, നിനക്ക് വേണ്ടി ഞാൻ എടുത്തോളാം. ഈ ചർച്ച് പറയും ഈ പ്രദേശം മുഴുവൻ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ക്രിസ്ത്യൻ കോളനി പോലെ. നസ്രേത്തിൽ നിന്ന് കഫർനഹൂമിലേക്ക്, നസ്രേത്തിൽ നിന്ന് കഫർനഹൂമിലേക്ക് യേശു കർത്താവ് സ്റ്റെപ്പ് ഇൻ ചെയ്തത് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണേണ്ടതിന് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിൽ കാലമുള്ള കാലം മുതൽ ഇരുട്ടിൻ്റെ കോട്ടകൾ വെച്ച് പൊരുതുന്ന ദുഷ്ടശക്തിയെ നിന്റെ കൂടുകൾ പൊളിക്കുവാൻ, നിന്റെ കൂടുകൾ പൊളിക്കുവാൻ യുദ്ധത്തിനായി കരങ്ങളെയും പോരിനായി വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന അധികാരമുള്ള ഒരു കൂട്ടം ജനത്തെ കർത്താവ് മാറ്റിപ്പാർപ്പിക്കുകയാണ്. കരങ്ങൾ അടിച്ച് അന്യഭാഷ പറഞ്ഞേ. കേക്ക്, നിങ്ങളുടെ സാക്ഷ്യം ഇതാണ്. ഈ മാസത്തിൽ, ഈ വർഷത്തിൻ്റെ ആരംഭത്തിലെ സാക്ഷ്യം ഇതാണ്. നസ്രേത്ത് തള്ളിയതാണ് നന്മയ്ക്കായിട്ടാണ്. രണ്ടുപേരെ തൊട്ട് പറ, കേക്കിന് ഓർഡർ കൊടുക്കുക. പെട്ടെന്ന് പറഞ്ഞേ, കേക്കിന് ഓർഡർ കൊടുക്കുക, കേക്കിന് ഓർഡർ കൊടുക്കുക, കേക്കിന് ഓർഡർ കൊടുക്കുക. പറ മക്കളെ, കേക്കിന് ഓർഡർ കൊടുക്കുക, കേക്കിന് ഓർഡർ കൊടുക്കുക. അതിൻ്റെ ചുറ്റും നിന്ന് അപ്പനും അമ്മയും മക്കളുമായി നൃത്തം ചെയ്തിട്ട് പറ, എല്ലാം നന്മയ്ക്കായി സ്വർഗാതാതൻ. ഓ കമാ, നിങ്ങൾക്ക് മനസ്സിലായില്ല? എല്ലാം നന്മയ്ക്കായി, എല്ലാം നന്മയ്ക്ക്. അവർ തിന്മയെന്ന് വിചാരിച്ച് തള്ളി. എന്നാൽ കർത്താവ് പറയുന്നു, നോ നോ നോ, ഇത് നിന്റെ പ്രമോഷൻ്റെ ഉയർച്ചയുടെ, നന്മയുടെ, വളർച്ചയുടെ, അനുഗ്രഹത്തിൻ്റെ.
ഉലക നായകൻ, അപ്പുറത്തെ സംസ്ഥാനത്തെ സിനിമാ നടനല്ല, ഉലക നായകൻ. ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലം അതിൻ്റെ നിവാസികളും അവൻ്റെ വകയാ. പക്ഷെ അവൻ ലോക്കലി തള്ളി, തള്ളി. അവൻ തിരിഞ്ഞു നിന്നില്ല. സ്തോത്രം. നന്മയ്ക്കായോ? നിങ്ങൾ തള്ളിയോ? നന്മയ്ക്ക് നാസറേത്ത് തള്ളിയോ? അതിനേക്കാൾ ബെറ്റർമെൻറ്റിലേക്ക് കഫർനഹൂമിലേക്ക് പോയി. സ്തോത്രം. ഏലീശ കണ്ടിട്ടില്ലാത്ത, ഏലിയാവ് ചിന്തിച്ചിട്ടില്ലാത്ത, മോശ പറഞ്ഞിട്ടില്ലാത്ത വലിയ ശുശ്രൂഷയ്ക്കായി നിനക്ക് നേരെ മറ്റുള്ളവരെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഉടനെ നീ ചെയ്യേണ്ടത് ബെറ്റർ വെന്യൂവിന് വേണ്ടി പ്ലാൻ ചെയ്. Come on, better വെന്യൂവിന് വേണ്ടി പ്ലാൻ ചെയ്. ബെറ്റർ വലിയ കാര്യം ചിന്തിക്ക. ഓ, നിങ്ങൾ കേട്ടില്ല? വലിയ കാര്യം ചിന്തിക്ക. ശബ്ദമുയർത്തി ശക്തിയോടെ പറ, ഞാൻ ചെറുത് പ്ലാൻ ചെയ്യത്തില്ല. എൻ്റെ വീട്ടിൽ കയറി വർഷങ്ങൾക്ക് മുമ്പ് പെന്തിക്കോസുകാർ വഴക്കുണ്ടാക്കി. ആരോടും പറയല്ലേ. 2001 ഓഗസ്റ്റ് മാസത്തിൽ പെന്തിക്കോസുകാർ എൻ്റെ വീട്ടിൽ കയറി വഴക്കുണ്ടാക്കി. അന്ന് വാടക വീടായിരുന്നു. എന്തിനെന്ന് പറയട്ടെ, തോക്കി കയറി വെടിവെക്കാതെ, പാസ്റ്റർ ആയതുകൊണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അവരിങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം. എന്തിന് പുത്തിരി കണ്ടത്ത് ഉപവസിച്ചു? ഞങ്ങളെല്ലാം ചർച്ചിലല്ലേ ഉപവസിക്കുന്നത്. 350 ചർച്ചസ് ഒരുമിച്ച് പുത്തിരിക്കണ്ടത്ത് ഞങ്ങൾ വലിയൊരു ഫാസ്റ്റിംഗ് പ്രയർ, 350 സഭകൾ ഒരുമിച്ച് കൂടി. അന്ന് കുറച്ചുകൂടെ ഐക്യത ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ ദൈവസ്നേഹം ഉണ്ടായിരുന്നു. ഈ ഡോളറും യൂറോ ഒക്കെ കൂടുമ്പോഴേക്കും സ്നേഹം അങ്ങ് തണുത്തു പോകും. കമോൺ, കൈയുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. സോ അങ്ങനെ വന്നപ്പോഴേക്കും അവർ ഞങ്ങളെല്ലാം ചർച്ചില്ല, ഞങ്ങളെല്ലാം ഹാളിലാണ് ഉപവസിക്കുന്നത്. നീ എന്തിനാ മൈതാനത്തിൽ ഉപവസിച്ച്? എന്തിനാ ഉപവസിച്ച്? അങ്ങനെ അവർ വഴക്കുണ്ടാക്കി. എന്തിനാ വലുതിന് പോയത്? ഞാൻ താഴ്മയോടെ പറഞ്ഞു, സഹോദരന്മാരെ, എൻ്റെ ദൈവം ചെറിയവനല്ല. ദമേശക്കുകാരനായ എലയാസറിലൂടെ ഒരു ഉണർവുണ്ടാകുമെന്ന് ആരേലും ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഇത് അവസാന അറിയിപ്പാകുന്നു. വല്ലവന്റെ ഉണർവ് കണ്ടല്ല നീ കൈയടിക്കുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ നിന്റെ പേരിൽ ഒരു കൊയ്ത്തുണ്ട്. നാസറേത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ കഫർനഹൂമിൽ വന്നു. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ട്. അപ്പോഴേക്കും ഗലീലക്കാരായി 11 പേരെ തിരഞ്ഞെടുത്തു. ഗലീലക്കാരായി 11 പേരെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഒരുവൻ മാത്രം ഇസ്കരിയോത്തുകാരനായിരുന്നു. അവൻ്റെ പേര് യൂദ എന്നായിരുന്നു. കയ്യറുത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. ഒരുത്തൻ മാത്രമായിരുന്നു ഇസ്കരിയോത്തുകാരൻ. അവൻ ഒരിക്കൽ പോലും യേശുവിനെ അംഗീകരിച്ചിരുന്നില്ല. അത് വേറൊരു പ്രസംഗമായിരുന്നു. ഒരിക്കൽ പോലും യേശു കർത്താവിനെ ലോർഡ്, കർത്താവേ എന്ന് വിളിച്ചില്ല. ബാക്കി എല്ലാവരും യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. നമ്മൾ അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവനായിരിക്കും പാര പണിയുന്നത്. നമ്മളെ അംഗീകരിക്കാത്തവർ, നമ്മുടെ അഭിഷേകത്തെ, നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കാത്തവർ നാളെ പ്രശ്നമുണ്ടാക്കും. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. വളരെ കേൾക്കുക. സോ ഒരിക്കൽ പോലും യൂദ യേശുവിനെ കർത്താവെന്ന് വിളിച്ചില്ല. ടീച്ചർ, ഗുരു എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ടീച്ചർ. എത്രയോ ആയിരക്കണക്കിന് ടീച്ചർമാരുണ്ട്, ആയിരക്കണക്കിന് ദൈവദാസന്മാരുണ്ട്, ആയിരക്കണക്കിന് ദൈവദാസനിൽ ഒരുത്തൻ. ദാറ്റ്സ് ഓൾ. ആ ലിസ്റ്റിലെ ഞാൻ പുള്ളിയെ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ യൂദ അങ്ങനെയായിരുന്നു. സോ അവൻ ഗലീലക്കാരനല്ല, ബാക്കിയുള്ള എല്ലാവരും സ്തോത്രം ഗലീലക്കാരായിരുന്നു. ശുശ്രൂഷ തുടങ്ങി. അപ്പോൾ മത്തായി വന്നു. മത്തായി ഒരു ദിവസം സ്തോത്രം മത്തായി ഒക്കെ ആയിട്ട് യേശു കർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോൾ എൽഡേഴ്സ് ഓഫ് ജ്യൂസ്, യഹൂദന്മാരുടെ പ്രമാണിമാർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ഡോക്ടർ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഡോക്ടർ ചില ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. അത് ഡെൻ്റൽ ഡോക്ടറാകട്ടെ, മറ്റേ ഡോക്ടറാകട്ടെ, അത് എന്താ ഈ പുള്ളി എഴുതിയിരിക്കുന്നതെന്ന് ഏത് കണ്ണാടി വെച്ച് നോക്കിയാലും, മുഖം നോക്കുന്ന കണ്ണാടി വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവത്തില്ല. സ്തോത്രം. അത് വായിക്കാൻ 2 പേർക്കേ പറ്റത്തുള്ളൂ. ഒന്ന് എഴുതിയവനെ വായിക്കാം, മറ്റൊന്ന് മെഡിക്കൽ സ്റ്റോറുകാരനെ വായിക്കാം.
യെസ് 2 കൂട്ടർക്കേ അത് വായിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് എഴുതിയവർക്ക്, അത് ഡെന്റൽ ഹല്ലേലൂയ, അത് ഏത് ഡോക്ടർ ആയാലും സ്തോത്രം, അത് എഴുതുവാനും വായിക്കാം, പിന്നെ മെഡിക്കൽ സ്റ്റോറുകാരനും അറിയാം. പക്ഷേ ലൂക്കോസ് എന്ന വൈദ്യൻ അത് എഴുതിയിരിക്കുന്നു. സ്തോത്രം, പ്രമാണിമാർ അവനെ തേടി വന്നു. അപ്പോൾ പ്രമാണിമാർ സ്തോത്രം ഈ ശതാധിപന് വേണ്ടി സംസാരിക്കുകയാണ്. പ്രമാണിമാർ ശതാധിപന് വേണ്ടി സംസാരിക്കുകയാണ്. ആ പ്രമാണിമാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ സ്തോത്രം, ഒരാളിന് വേണ്ടിയാ ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാകുന്നു. നീ അവിടുത്തെ ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാകുന്നു. നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാകുന്നു. നീ അത് ചെയ്തു കൊടുക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാകുന്നു. അപ്പുറത്തെ നിയമസഭയിലല്ല, എൻ്റെ അപ്പുറത്തെ കോടതിയിലല്ല. ഇന്ന് പകൽക്കാലം ഒരു എക്കോ പോലെ ഞാൻ കേട്ടത്, പിതാവിൻ്റെ വലതു ഭാഗത്ത് ഒരുത്തൻ നിന്നിട്ട് പറയുന്നു, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാകുന്നു. നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാകുന്നു. അവൻ കള്ളനല്ല, കൊള്ളക്കാരനല്ല, പിടിച്ചുപറിക്കാരനല്ല. എൻ്റെ ചങ്കിലെ രക്തം കൊടുത്ത് ഞാൻ അവനെ സമ്പാദിച്ചതാണ്. അവന് വേണ്ടിയാണ് ഞാൻ ക്രൂശ് ചുമന്നത്. അവന് വേണ്ടിയാണ് ഞാൻ മുൾക്കിരീടം അതെ അണിഞ്ഞത്. അവന് വേണ്ടിയാണ് ഞാൻ അടിപ്പിണർ ഏറ്റത്. അവന് വേണ്ടിയാണ് 2 കള്ളന്മാരുടെ നടുവിൽ 6 മണിക്കൂർ നേരം ഞാൻ ക്രൂശിൽ കിടന്ന് പെടഞ്ഞത്. അവന് വേണ്ടിയാണ് ഇരുട്ടത്ത് കിടന്ന് ഞാൻ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചത്. അവന് വേണ്ടിയാണ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഞാൻ സ്തോത്രം അത് ഗദശമേഖൽ നിലവിളിച്ച് കരഞ്ഞത്. അവന് വേണ്ടിയാണ്. സ്വന്തം അമ്മയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഞാൻ തകർന്നത് അവന് വേണ്ടിയാണ്. അവനെ യോഗ്യനാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ടില്ല? അവനെ യോഗ്യനാക്കാൻ വേണ്ടിയാണ്. എൻ്റെ കണ്ണിൽ നോക്കിയിരുന്നാട്ടെ, അവനെ യോഗ്യനാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ ശരിയല്ല, അത് ശരിയല്ല, മറ്റത് ശരിയല്ലെന്ന് ഏത് കുറ്റം പറയുന്ന ഭൂതം നിനക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ ഇന്ന് പകൽക്കാലം പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു കർത്താവ് വിളിച്ചു പറയും, നോ, ഹല്ലേലൂയ, അവൻ യോഗ്യനാണ്. യോഗ്യനല്ലാത്ത നിന്നെ യോഗ്യനാക്കി തീർത്ത ക്രൂശിലെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ യോഗ്യനാണ്. യെസ്, ഇന്ന് പകൽക്കാലം തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തോളം അടുത്ത് വന്നാട്ടെ. യഹൂദന്മാരുടെ പ്രമാണിമാർ വന്നിട്ട് പറഞ്ഞു, അവൻ യോഗ്യനാണ്. എന്തുകൊണ്ട് അവൻ യോഗ്യനാണ്? തിരുവചനം പറയുന്നു, അവൻ യോഗ്യനാണെന്ന് പറയുന്നത് അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സ്തോത്രം. നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫോർ ലവ് ഓഫ് അവർ നേഷൻ, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ അവൻ ആരാണെന്നറിയോ? അവൻ റോമക്കാരനാണ്. അവൻ നമ്മുടെ ദേശവാസിയല്ല, അവൻ വേറൊരു ജാതിയിൽപ്പെട്ടവനാണ്. റോമക്കാർ ഇവിടെ ഇൻവേഡ് ചെയ്തിട്ട് 90 വർഷമായി. ഒരിക്കൽ കൂടെ റോമക്കാർ ഇവിടെ ഇൻവേഡ് ചെയ്തിട്ട് ഈ സ്തോത്രം ഇസ്രായേൽ ദേശം റോമക്കാർ വന്നിട്ട് 90 വർഷമായി. BC 60 ആ റോമക്കാർ അവിടേക്ക് വന്നത്. ഇപ്പോൾ AD 30 ആയി. സ്തോത്രം. 90 വർഷമായിട്ട് റോമക്കാർ ഇവിടെയുണ്ട്. ഈ റോമക്കാർ ഇവിടെ വന്നത് നമ്മളെ ഊറ്റാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വന്നത്. പക്ഷേ അവൻ റോമക്കാരനാണെങ്കിലും സ്തോത്രം, യവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അർത്ഥം, യവൻ ഹിസ്ബുള്ളയെ അല്ല സ്നേഹിക്കുന്നത്, യവൻ ഹമാസിനെ അല്ല സ്നേഹിക്കുന്നത്. യവൻ തീവ്രവാദിയല്ല, യവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഇവൻ ഇസ്രായേലിനെ സ്നേഹിക്കുന്നു. ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഇന്ന് പകല് കർത്താവ് പറയും, യെസ്, നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. കാര്യം എന്താണ്? ആ വെള്ള നിറത്തിലുള്ള നീല ലയനും മറ്റേ സ്റ്റാർ ഓഫ് ഡേവിഡുള്ള 6 മുക്കള അതേ നക്ഷത്രമുള്ള ആ ഫ്ലാഗിനെ ചുമക്കുന്നവരെ സ്നേഹിക്കുന്ന, ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ ദൈവം പറയും, യെസ്, അബ്രഹാമിനോട് ഞാൻ പറഞ്ഞതാണ്, നിന്നെ ദ്വേഷിക്കുന്നവരെ ഞാൻ ദ്വേഷിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. മാത്രമല്ല, അവൻ വേറെ കാര്യം കൂടെ ചെയ്തിരിക്കുന്നു. കർത്താവേ, അവൻ വേറൊരു കാര്യം കൂടെ ചെയ്തിരിക്കുന്നു. അവൻ നമുക്ക് ഒരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു.
അവൻ ഒരു പള്ളിയും തീർപ്പിച്ചത്. എനിക്ക് അത് മാത്രം നിന്ന് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, പുള്ളി പറയുന്ന പള്ളി പണിയാണ്. പറഞ്ഞോട്ടെ, പറ പള്ളി പണിയാണ്. ഹല്ലേലൂയ. വല്ലവനും പള്ളക്കിട്ട് പണിയുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് പള്ളി പണിയുന്നത്. ഹല്ലേലൂയ. അവൻ നമുക്കൊരു പള്ളിയും തീർപ്പിച്ചു. ഉറങ്ങിയിരിക്കുന്ന എല്ലാവരും തട്ടി എണിപ്പിച്ച് പറ, പള്ളി പണിയുന്ന നേരമാണ്. പറഞ്ഞാട്ടെ, പള്ളി പണിയുന്ന നേരം, പള്ളി പണിയുന്ന നേരം. യവൻ നമുക്ക്, നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്ന മാത്രമല്ല, യവൻ സ്തോത്രം നമുക്കൊരു പള്ളിയും പണിത് തന്നിരിക്കുന്നു. വായ് എന്തുകൊണ്ടവൻ യവൻ ഒറ്റയ്ക്ക്, യവൻ ഫണ്ട് റൈസ് ചെയ്തിട്ടല്ല പള്ളി പണിതത്, അവൻ ഒറ്റയ്ക്ക് പള്ളി പണിത് തന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ ഞാൻ തെക്കൻ തിരുവിതാംകൂർ കണ്ടിട്ടുണ്ട്. ഒറ്റ കുടുംബം ഒരു വലിയ പള്ളി പണിതു. അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. അങ്ങനെയുള്ള ഒരു കുടുംബം ഒരു പള്ളി പണിതു. യെസ്, ഒറ്റ കുടുംബം, ഒരു കുടുംബം എഴുന്നേറ്റ് ഒരു പള്ളി സ്തോത്രം പണിതു. അവർ വന്ന് CSI അച്ഛന്മാരുടെ പറഞ്ഞു കാണും, സ്തോത്രം നിങ്ങൾ വേറെ ഒരിടത്ത് പോണ്ട, ഞങ്ങൾ തന്നെ പണിത് തരാം, ഞങ്ങൾ തന്നെ. ഇനി ബാക്കി എത്രയാണോ ഉള്ളത് ഞങ്ങൾ തന്നെ പണിത് തരാം. യെസ്, ഞാൻ അങ്ങനെയുള്ള ചില കുടുംബങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് 10 മിനിറ്റ് ഇവിടെ നിൽക്കും. മീറ്റിംഗ് കഴിഞ്ഞ് 10 മിനിറ്റ് ഇവിടെ നിൽക്കും. കാരണം ഈ മീറ്റിംഗ്, ഈ ദൂത് ഏത് വഴിക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. യെസ്, നടക്കും. പണമല്ല വലുത്, ദർശനമാണ് വലുത്. ദർശനമാണ് വലുത്. എന്നോട് നിങ്ങൾ ചോദിക്കുക, 2030 സഭ ഇരിക്കണം, എവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞുതരാം. 2036 ചർച്ച് എവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞുതരാം. 2050 ഇന്ത്യൻ ചർച്ച് എവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം, ദർശനമുള്ളവന് പണമില്ല, പണമില്ലാത്തവന് ദർശനമില്ല. പക്ഷേ യൂഫ്രട്ടീസും ടൈഗ്രീസും എവിടെയെങ്കിലും ഒരുമിച്ച് ചേരുന്നത് പോലെ ഹല്ലേലൂയ. സോ ഈ പുള്ളി പറഞ്ഞു, സ്തോത്രം, ഡോണ്ട് വറി, ഞങ്ങളൊരു പള്ളി പണിത് തരാം. സോ ഞാൻ വായിച്ചു നോക്കി, അവൻ എങ്ങനെയാണ് ഈ ജാതികൾ കിടന്നവൻ, ഈ യൂറോപ്യൻ, മേ ബി അവൻ ഇറ്റലിക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ സിറിയക്കാരനായിരിക്കണം. ഈ 2 റീജിയനിൽ നിന്നാണ് റോമൻ പടയാളികളെ തിരഞ്ഞെടുക്കുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഒന്നുകിൽ ഇറ്റലിയിൽ നിന്ന് ഇറ്റാലിയനായിരിക്കണം, കാരണം റോമക്കാരൻ ഇറ്റാലിയൻ യൂറോപ്യൻ ആയിരിക്കണം, ഇല്ലെങ്കിൽ സിറിയക്കാരനായിരിക്കണം. സിറിയ എന്ന് പറയുന്നതിന് സാധ്യത കുറവാണ്. ഹി കെയിം ഫ്രം യൂറോപ്പ്. സ്തോത്രം. എവനെങ്ങനെയാണ് യഹൂദന്മാർക്ക് വേണ്ടി പള്ളി പണിത് കൊടുക്കുന്നത്? എവനെങ്ങനെയാണ് യാവേ, യഹോവ എന്ന പദം എങ്ങനെയാണ് എവന് കണ്ടിട്ട് എവൻ്റെ പേഴ്സ് എല്ലാം തുറന്ന്, എവൻ്റെ അലമാര തുറന്ന്, എവൻ്റെ അക്കൗണ്ട് തുറന്ന് ഒരു പള്ളി ഉണ്ടാക്കാൻ എവനെങ്ങനെയാണ് പറ്റിയത്? അപ്പോഴാണ് സ്തോത്രം ഒരു ട്രാൻസ്ലേഷൻ ഞാൻ കണ്ട. ഇവൻ ദൈവവിശ്വാസിയാണ്, ഇവൻ വിശ്വാസിയാണ്, അവൻ ജാതിയിൽപ്പെട്ടവനാണ്. പക്ഷേ യഹോവയാം ദൈവത്തെ ഇവൻ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, സ്നേഹം ഉണ്ടെങ്കിൽ പേഴ്സ് തുറക്കും. പറഞ്ഞേ. ഏതോ ആൻറ്റി പറഞ്ഞു ഇന്ന് വരണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെ ഭയങ്കര നാളുകളുണ്ട്. സ്തോത്രം. സോ സ്നേഹമുണ്ടെങ്കിൽ പേഴ്സ് തുറക്കും. അതുകൊണ്ടവൻ സ്തോത്രം യഹോവയാം ദൈവത്തെ ഇവൻ സ്നേഹിച്ചു. എങ്ങനെയാണ് സ്നേഹിച്ചതെന്നറിയോ? സ്തോത്രം. ബൈബിൾ വായിച്ചാൽ സ്നേഹിച്ച്. എൻ്റെ പേരാണ് സെപ്റ്റുജൻറ്റ്. സ്തോത്രം. സെപ്റ്റഗൺ എന്ന് കേട്ടിട്ടുണ്ട്. 7 മുക്കാണ് സെപ്റ്റഗൺ. എങ്ങനെയാണ് സെപ്റ്റുജൻറ്റ്? 72 പീപ്പിൾ, 72 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന്, അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കുക. 72 പണ്ഡിതന്മാർ ഒരിക്കൽ ഒരിടത്ത് കൂടിയിരുന്ന് 72 ദിവസം കൊണ്ട് പഴയ നിയമത്തിൻ്റെ മുഴുവൻ പുസ്തകവും ട്രാൻസ്ലേറ്റ് ചെയ്തു. ബാക്കി വിവരങ്ങൾക്ക് ഇന്ന് വൈകിട്ട് സ്തോത്രം അത് ഓൺലൈൻ സർവീസിന് ഡോക്ടർ ജയരാജനോടൊപ്പം ഉണ്ടായിരിക്കും. സെപ്റ്റുജൻറ്റ് 72 പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ സ്തോത്രം അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത്, സ്തോത്രം ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് എഴുതിയത് ഹീബ്രുവിലായിരുന്നു, ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. എബ്രായ ഭാഷ ഈ ശതാധിപന് വായിക്കാൻ അറിയണമെന്നില്ല. പക്ഷേ ഗ്രീക്കിൽ സെപ്റ്റുജൻറ്റ് അവൻ വായിച്ചു, ട്രാൻസ്ലേഷൻ അവൻ വായിച്ചപ്പോൾ വിശ്വാസം കേൾവിയാണ്, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്ന സ്തോത്രം. വായിച്ചാലേ കർത്താവിനെ അറിയത്തുള്ളൂ. ഈ കേട്ടറിയുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് വായിച്ചറിയുന്നത്.
യൂട്യൂബിൽ കേട്ടു, ഫേസ്ബുക്കിൽ കണ്ടു എന്ന് പറയുന്ന പരിപാടി നിർത്തിക്കിട്ട് നിൻ്റെ അലമാരയിൽ ഇരിക്കുന്ന പൊടി തട്ടിയ തിങ്കൾ മുതൽ ശനി വരെ പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളുണ്ടല്ലോ, ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. യൂട്യൂബിൽ കേട്ടു, ഫേസ്ബുക്കിൽ കണ്ടു എന്ന് പറയുന്ന പരിപാടി നിർത്തിയിട്ട് സ്തോത്രം തിങ്കൾ മുതൽ ശനി വരെ അതേ പൊടി പിടിച്ച് ഞായറാഴ്ച രാവിലെ എന്ന് ഊതിക്കളഞ്ഞിട്ട് നീ കൊണ്ടുവരുന്ന ഈ വിശുദ്ധ പുസ്തകം ഉണ്ടല്ലോ, ഇത് തലേണയുടെ അരികിൽ നിന്നും അലമാരികളിൽ നിന്നും എടുത്ത് ഇതിലങ്ങ് താമസിക്കണം. ഈ ബൈബിൾ വായിക്കണം, ഇത് കാണാതെ പഠിക്കണം. സ്തോത്രം. ഈ ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ കാണാൻ കഴിയണം. യേശുവിനെ കാണണം, യേശുവിനെ എന്ന് പാടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ വേണ്ട. സ്തോത്രം. അതെ, സ്തോത്രം. ഈ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിനെ കാണാം. സോ മസ്റ്റ് ബി ഈ ശതാധിപൻ സെപ്റ്റിജന്റ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വായിച്ച് യഹൂദന്മാരുടെ ദൈവത്തെ അല്ലെങ്കിൽ സത്യ ദൈവത്തെ അവൻ കണ്ടുമുട്ടി. അപ്പോൾ മനസ്സിലായി, സൃഷ്ടാവാം ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ബന്ധനങ്ങളെ തകർക്കുന്ന ഒരു ദൈവമുണ്ട്, പുറപ്പാടിൻ്റെ ഒരു ദൈവമുണ്ട്, ചെങ്കടൽ വിഭാഗിച്ച ഒരു ദൈവമുണ്ട്, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ പണ്ടുണ്ടായിരുന്നവനല്ല, ഇപ്പോഴും ഉള്ളവനാണ്, എന്നേക്കും ജീവിക്കുന്നവനാണ്. ആ ദൈവം he get connected. അവൻ കണക്ട് ചെയ്തു. Come on, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളിൽ അടിച്ച കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സോ അങ്ങനെ ആ കർത്താവുമായി കണക്ട് ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്തതെന്നറിയാൽ, അവൻ പള്ളി പണിത്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, പുള്ളി പണിയുന്നവനാണ്. പറഞ്ഞിട്ടെ, പുള്ളി പണിയുന്നവനാണ്. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടം പൊളിക്കുന്നവനെ ദൈവം അകറ്റി നിർത്തും, പണിയുന്നവനെ കർത്താവ് ചേർത്ത് നിർത്തും. പൊളിക്കുന്നവനെ കർത്താവ് അകറ്റി നിർത്തുക. സ്തോത്രം. പണിയുന്നവനെ കർത്താവ് ചേർത്ത് നിർത്തുക. ഹല്ലേലൂയ. സ്തോത്രം. പണിയുന്നവൻ യേശു പണിയുന്ന ദൈവമാണ്. നസ്രയത്തിലെ ആശാരി. അവൻ നസ്രയത്തിലെ ആശാരി എന്ന് പറയുമ്പോൾ തടിയെന്ന് മാത്രമല്ല, സകലതും കല്ലാകട്ടെ, മണ്ണാകട്ടെ, തടിയാകട്ടെ, എന്തിലും അവൻ പണിയുന്നവനാണ്. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, പ്രത്യേകിച്ച് ഈ ഒരു പ്രോജക്റ്റിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ ഒരു പ്രോജക്റ്റിലായിരിക്കുമ്പോൾ മറന്നുപോകൽ. ഇതൊരു സുവർണ്ണ അവസരമാണ്. ദൈവകൃപയാൽ ഇതൊരു സുവർണ്ണ അവസരമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയും, മൂന്നാമതൊരിക്കൽ കൂടെ പറയും, ഇതൊരു സുവർണ്ണ അവസരം. കാരണം ആരാണോ പണിയുന്നത് അവനെ ദൈവം പണിതിരിക്കും, അവൻ്റെ വീടും ദൈവം പണിതിരിക്കും. ഹല്ലേലൂയ. കാരണം ഒരു ദിവസം സ്തോത്രം ദാവീദ് സ്വസ്ഥമായതിനു ശേഷം തൻ്റെ കട്ടിലിൽ കിടക്കുക, അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരത്തിൽ ഇരിക്കുക. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം, 1 ദിനവൃത്താന്ത പുസ്തകം അതെ 17-ാം അധ്യായം. ഇവിടെ വേദപുസ്തകത്തിൽ നിങ്ങൾ കാണാൻ കഴിയും 2 ശമൂവേൽ 17 വിശേഷിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ദാവീദ് എങ്ങനെ പറഞ്ഞു, ഞാനിതാ ദേവദാരുള്ള കൊട്ടാരത്തിലിരിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പെട്ടകം ഇതാ സ്തോത്രം തിരശ്ശീലയ്ക്കകത്തായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തെ എനിക്ക് പണിയണം. ദൈവത്തെ എങ്ങനെയെങ്കിലും കൂടാരത്തിലല്ല ഈ പെട്ടകം ഇരിക്കേണ്ടത്, കൂടാരത്തിലല്ല ഈ പെട്ടകത്തിൽ ഇരിക്കേണ്ടത്, പകരം ആലയത്തെക്കുറിച്ചൊരു എരിവ്, ആലയത്തെക്കുറിച്ചുള്ള ഒരു ഭാരം അവനുണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ചിലർക്കൊണ്ട് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയാൽ നോക്കണമേ, ആലയത്തെക്കുറിച്ച് അവർക്കൊരു ഭാരമുണ്ടായി. ചേർച്ച് ഉണ്ടായാൽ മാത്രമേ 3 നേരം ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ എൻ്റെ മുമ്പിലുണ്ട്. ഓ കമാൺ, നിങ്ങൾ കേട്ടില്ല. ചർച്ച ഉണ്ടായാൽ മാത്രമേ ഞാൻ 3 നേരം ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. കാരണം ആലയത്തെക്കുറിച്ച് എരിവ് അവർക്കുണ്ട്. സ്തോത്രം. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി തന്നവരെൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു, ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും പണിയുക തന്നെ ചെയ്യും. കാരണം സ്തോത്രം, ദാവീദ് ആ ആലയത്തെ പണിയേണ്ടതായ ഭാരമുണ്ടായി. നാഥാൻ പ്രവാചകനോട് പറയുമ്പോൾ അന്ന് രാത്രി ഇസ്രായേലിൻ്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അന്ന് രാത്രി ദർശനത്തിൽ, സ്വപ്നത്തിൽ നാഥാൻ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ പോയി ദാവീദിനോട് പറയണം, അവൻ എൻ്റെ ഗ്രഹം പണിയുന്നത് കൊണ്ട് ഞാൻ അവനെ മാത്രമല്ല അവൻ്റെ തലമുറയും ഞാൻ പണിവാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ എൻ്റെ ഗ്രഹം പണിയുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള പ്രവചന ദൂതാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെയും പണിയും, നിന്റെ തലമുറകളെയും പണിയും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവം പണിയുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, ദൈവം പണിയുകയാണ്. നീ എൻ്റെ ഗ്രഹം പണിയുന്നത് കൊണ്ട് ഞാൻ നിന്നെയും നിന്റെ തലമുറയെയും പണിയും. സഹോദരി സഹോദരന്മാരെ, ദൈവം അടച്ചാൽ ആരും തുറക്കുന്നില്ല, ദൈവം തുറന്നാൽ ആരും സ്തോത്രം അടയ്ക്കുന്നില്ല, ദൈവം പൊളിച്ചാൽ ആരും പണിയുന്നില്ല. എന്നാൽ ദൈവം പണിതാൽ ആർക്കും പൊളിക്കുവാൻ കഴിയത്തില്ല.
ഹല്ലേലൂയ. ദൈവം പണിതാൽ ആർക്കും പൊളിപ്പാൻ കഴിയത്തില്ല. ഒരു രോഗങ്ങളാകട്ടെ, ബലഹീനതകളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ഒന്നിനും പണിവാൻ കഴിയത്തില്ല. സോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പറയുന്നു, ദൈവം നിങ്ങളെ പണിയും. ദൈവം നിങ്ങളുടെ തലമുറകളെ പണിയും. ഈ ഉള്ളവനത് കാണും. ദൈവം നിങ്ങളെ പണിയും, നിങ്ങളുടെ തലമുറയെ ദൈവം പണിയും. ദാവീദ് കാണാത്ത വലിയ മഹത്വത്തിൽ ശലോമോൻ എത്തിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇല്ലാത്ത മഹത്വത്തിൽ നിന്റെ തലമുറ ഇരിക്കുന്നത് ഞാൻ കാണും. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അവൻ ഞങ്ങൾക്ക് ഒരു പള്ളിയും പണിത് നൽകിയിരിക്കുന്നു. അയ്യോ, ഇങ്ങനെയുണ്ടോ ശതാധിപന്മാര്? സ്തോത്രം. അതേ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ശതാധിപൻ, പള്ളിയും അതേ പണിത് തന്നിരിക്കുന്ന ഒരു ശതാധിപൻ. അതുകൊണ്ട് സ്തോത്രം, ശതാധിപൻ എന്നുള്ള ആ പുള്ളിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അങ്ങ് മാറി. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ശതാധിപൻ എന്ന് കേൾക്കുമ്പോൾ എനിക്കിഷ്ടമില്ലായിരുന്നു ശതാധിപന്മാരെ. കഴിഞ്ഞ ആഴ്ച വരെ ശതാധിപന്മാരെ എനിക്കിഷ്ടമല്ല. കാര്യം പണ്ട് 2ാം ക്ലാസ്സിൽ കണ്ട ആ ജീസസ് ഫിലിമിലെ ശതാധിപനെ കണ്ടതിന് ശേഷം എനിക്ക് ശതാധിപന്മാരെ ഒട്ടുമേ ഇഷ്ടമല്ല. ശതാധിപന്മാരിൽ നിന്ന് ഞാൻ അകന്നാണ് നടക്കുന്നത്. ശതാധിപൻ എനിക്കിഷ്ടമല്ല. പക്ഷേ സ്തോത്രം, ശതാധിപൻ എന്ന് കണ്ട് ഞാൻ വായിച്ചപ്പോൾ ശതാധിപന്മാർ ഒത്തിരി നല്ല ആൾക്കാരാണെന്ന് മനസ്സിലായി. കാരണം സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾക്കാരെയാണ്, അത് സിറിയയിൽ നിന്നാകട്ടെ, സ്തോത്രം, അത് ഇറ്റലിയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നാകട്ടെ, റോമ പടയാളികളായി തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾക്കാരെയാണ്. ഇന്ന് റോമക്കാരായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും പട്ടാളത്തിലെടുത്തേനെ. സമൂഹത്തിലെ ഏറ്റവും നല്ല ആൾക്കാരെയാണ് സ്തോത്രം അതേ പട്ടാളത്തിൽ റോമൻ പടയാളികളായി എടുക്കുന്നത്. ആ പടയാളികളുടെ നടുവിൽ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ, ഏറ്റവും ബ്രില്യൻറ്റ്, ഏറ്റവും ബ്രേവ്, ഏറ്റവും നല്ല കഴിവുള്ളവർ, മൾട്ടി ടാലൻറ്റഡ് ആയിരിക്കുന്നവർ, പടയാളികളെ നല്ല ആൾക്കാർ, അതിൽ ഏറ്റവും നല്ലവരായിരിക്കും ശതാധിപന്മാർ. നല്ലതെന്ന് പറഞ്ഞിട്ടും ആരും സ്തോത്രം പറയില്ല കർത്താവേ. സോ ശതാധിപന്മാർ, ചില നല്ല ശതാധിപന്മാരെ കണ്ട് സ്തോത്രം. 1 മർക്കോസ് സുവിശേഷം 15:31 അല്ലെങ്കിൽ മത്തായി 27:54 നല്ലൊരു ശതാധിപനുണ്ടായിരുന്നു. പുള്ളി ഈ കാര്യങ്ങൾ കണ്ട് വളരെ പ്രത്യേകമായി കാര്യങ്ങളൊക്കെ കണ്ട്, ചുറ്റുപാടുകളെ കണ്ട് വളരെ കൃത്യമായി കാര്യങ്ങളെ പുള്ളിക്ക് വിവേചിച്ചറിയാൻ കഴിയും. ചിലരുണ്ട് എത്ര കണ്ടാലും പഠിക്കത്തില്ല. പക്ഷേ ഈ ശതാധിപൻ അങ്ങനെയല്ല. പുള്ളി പെട്ടെന്ന് സൂര്യൻ ഇരുട്ടാകുന്നത് കണ്ടു, ഭൂമി കുലുങ്ങുന്നത് കണ്ടു, ദേവാലയത്തിൻ്റെ തിരശ്ശീല മേലെ നിന്ന് താഴേക്ക് ചീന്തിപ്പോകുന്നത് കണ്ടു, പാറകൾ പിളർക്കുന്നത് കണ്ടു. സ്തോത്രം. ഇതൊക്കെ കണ്ടപ്പോൾ ഈ ശതാധിപന് മനസ്സിലായി, ഈ ശതാധിപൻ ഞാൻ 100 കണക്കിന് എണ്ണത്തിനെ ക്രൂശിച്ചിട്ടുണ്ട്. ഞാൻ 100 കണക്കിന് എണ്ണത്തിനെ ക്രൂശിച്ചിട്ടുണ്ട്. ക്രൂശിൽ അവന്മാർ മരിച്ചിട്ടുമുണ്ട്. അവൻ്റെ മൂക്കത്തിരിക്കുന്ന ഈച്ച പോലും പറന്നിട്ടില്ല. ഒരിക്കൽ കൂടെ സ്തോത്രം, 100 കണക്കിന് എണ്ണത്തിനെ ഞാൻ ക്രൂശിച്ചിട്ടുണ്ട്. സ്തോത്രം. ക്രൂശിൽ അവന്മാർ മരിച്ചിട്ടുണ്ട്, അവർ ഈച്ച പോലും പറന്നിട്ടില്ല. പക്ഷെ യവനെ ക്രൂശിച്ചപ്പോൾ അന്തരീക്ഷം മാറി, പകൽ വെളിച്ചം രാത്രിയായി തീർന്നു. സ്തോത്രം. ഭൂമികൾ കുലുങ്ങി, ഭൂമി കുലുക്കുണ്ടായി, പാറകൾ പിളർന്നു. എന്തൊരു മാറ്റം! ദേവാലയം അവിടെ നിന്ന് നോക്കിയാൽ ദേവാലയത്തിനകം കാണാം, അവിടുത്തെ തിരശ്ശീല മേലെ നിന്ന് താഴേക്ക് 2ആയി ചീന്തിപ്പോയി. അത് എലികടിച്ച് കീറിയതല്ല, സ്വർഗത്തിലെ ദൈവം കീറിയതാണ്. സ്തോത്രം. സോ ഇതൊക്കെ കണ്ടപ്പോൾ ആ ശതാധിപൻ അറിയാതെ പറഞ്ഞു പോയി, വാസ്തവം ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. സോ അതിനർത്ഥം അവൻ പകുതി രക്ഷിക്കപ്പെട്ടെന്നാണ്. കാരണം യേശു കർത്താവ് ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, രക്ഷക്കായി വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്ന് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്നാണ്. മരിച്ചു എന്നവൻ പറഞ്ഞു. സ്തോത്രം. മരിച്ചപ്പോൾ പറഞ്ഞു, വാസ്തവമായി ഇവൻ ദൈവത്തിൻ്റെ പുത്രൻ. ഇനി ഈ പുള്ളി ഉയർപ്പും കൂടെ പറഞ്ഞെങ്കിൽ 3-ാം ദിവസം, അയ്യോ നമ്മൾ മെനിഞ്ഞാന്ന് ക്രൂശിച്ചവൻ ഉയർത്തു, വാസ്തവമായ ദൈവപുത്രൻ, മരിച്ചപ്പോഴും ദൈവപുത്രൻ, ഉയർത്തപ്പോഴും ദൈവപുത്രൻ എന്ന് പുള്ളി പറഞ്ഞെങ്കിൽ, സ്തോത്രം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പുള്ളി അതുവഴി നടക്കുന്നുണ്ടായിരിക്കും. ഞാനങ്ങ് ചിന്തിക്കുക. ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു, ഞാൻ സ്വർഗത്തിലൂടെ എങ്ങനെ പോകുമ്പോൾ എന്നെ കണ്ടിട്ട് വന്നില്ല ഞാൻ സ്വർഗത്ത് പോകുന്ന. എക്സാക്ട്ലി, താങ്ക് യു. സ്തോത്രം. ഇങ്ങനെ നടക്കുമ്പോഴേക്കും എതിരെ ഒരു പുള്ളി വരികയാണ്. എതിരെ വന്നപ്പോൾ സ്തോത്രം, പുള്ളി ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, എന്നെക്കുറിച്ച് ധാരാളം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കും, സ്തോത്രം, മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ ഏഷ്യ എന്നല്ല, ഞാൻ യൂറോപ്പിൽ നിന്നാണ്. ഞാൻ കുറച്ച് നാൾ ഏഷ്യയിൽ ജോലി ചെയ്തിരുന്നു. ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. AD 33 നിസാൻ മാസം 14-ാം തീയതി ആ ക്രൂശീകരണം ഉണ്ടല്ലോ, അതിന് ഞാനാണ് നേതൃത്വം നൽകിയത്. ഞാൻ അവനെ ക്രൂശിൽ കൊന്നത്.
ഞാൻ അവനെ ക്രൂശിച്ചു വന്ന്. ചിലരെല്ലാം കണ്ണുരുട്ടി എന്നെ നോക്കുന്ന പോലെ എൻ്റെ ഉണ്ട കണ്ണുരുട്ടി ഞാൻ ആ ശതാധിപനെ നോക്കുമ്പോൾ ശതാധിപൻ പറയും, ഞാൻ അവനെ ക്രൂശിച്ചു കൊന്നു, അവൻ എന്നെ സ്നേഹിച്ചു കൊന്നു. ഞാനവനെ കുറിച്ച്. അപ്പോൾ ശതാധിപന്മാർ അവർ ബ്രില്യൻ്റ് ആണ്, നല്ല ശതാധിപൻ. പുള്ളി മരിച്ചത് സ്തോത്രം പുള്ളി പറഞ്ഞു, ഇനി ഉയർത്തത് കൂടെ പുള്ളി ഏറ്റു പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ പുള്ളി രക്ഷിക്കപ്പെടും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആണ്ടിലൊരിക്കൽ കിട്ടുന്ന കുരുത്തോലയല്ല നിന്നെ രക്ഷിക്കുന്നത്, തള്ളുന്ന കൊന്തയല്ല നിന്നെ രക്ഷിക്കുന്നത്, മെത്രാച്ചനല്ല നിന്നെ രക്ഷിക്കുന്നത്, സ്തോത്രം സെമിത്തേരിയിൽ കത്തിക്കുന്ന മെഴുകുതിരി അല്ല നിന്നെ രക്ഷിക്കുന്നത്. വേറെ ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. And those who call upon the name of the Lord, they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് ഒരു ശതാധിപൻ. രണ്ടാമത് വേറൊരു ശതാധിപനെ കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1 മുതൽ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ ഒരു ശതാധിപനുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ എന്നല്ല ബൈബിൾ പറയുന്നത്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 1-2. കൈസരയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോടും പ്രാർത്ഥിച്ചും പോന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, നല്ല ശതാധിപൻ. പറഞ്ഞാട്ടെ, എന്തുകൊണ്ട് നല്ല ശതാധിപൻ? 1, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. 2, ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും പോന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു, നന്മ ചെയ്തു. കെട്ടിക്കൊടുക്കാത്ത പിള്ളേരുണ്ട്, അവരെ കെട്ടിക്കുവാൻ തക്കണം. ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. ആഹാരമില്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്, അവർക്ക് ആഹാരം കൊടുക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സഹോദരൻ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്, പുതിയ ചർച്ചിലേക്ക് മാറണം, എല്ലാ ഞായറാഴ്ചയും നമുക്ക് ആഹാരം കൊടുക്കണം. ചിലരെ തുറിച്ചു നോക്കി, ഞാൻ വലിയ വായിൽ പറഞ്ഞു ആമേൻ. ഒത്തിരി നന്മ ചെയ്യാനുണ്ട്, ഒത്തിരി നന്മ ചെയ്യാനുണ്ട്. ഒത്തിരി പേരുടെ കണ്ണുനീർ നിനക്ക് തുടയ്ക്കാനുണ്ട്, ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാനുണ്ട്, ഒത്തിരി നിനക്ക് പണിയാൻ വെക്കണമുണ്ട്. കാരണം പണത്തിൻ്റെ ബുദ്ധിമുട്ട് നീ കണ്ടതാണ്, ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ട് നീ കണ്ടതാണ്, വസ്ത്രത്തിൻ്റെ ബുദ്ധിമുട്ട് നീ കണ്ടതാണ്. അങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ വന്നവരെ നോക്കി ഞാൻ പറയട്ടെ, ആ കർത്താവ് നിന്നെ ട്രെയിൻ ചെയ്യുകയായിരുന്നു, പൈസയുടെ വില നിന്നെ പഠിപ്പിക്കുകയായിരുന്നു, പൈസയുടെ വില നിന്നെ പഠിപ്പിക്കുകയായിരുന്നു. പൈസയുടെ വില നീ നന്നായി നിൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കി, നിന്റെ ട്രെയിനിങ് പൂർത്തിയാക്കിയത് കൊണ്ട് ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, സെന്റിമീറ്ററും ഡെസിമീറ്ററും അല്ല അപ്പച്ചൻ തുറക്കാൻ വേണ്ടി പോകുന്നത്. The floodgate of heaven, സ്വർഗത്തിന്റെ വലിയ ഗേറ്റുകൾ തുറന്ന സ്ഥലം പോരാതെ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. സ്വദൈവത്തെ ഭയപ്പെടുന്നവനും ധർമ്മം കൊടുത്ത് എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കുന്ന നല്ലൊരു ശതാധിപനായിരുന്നു. പുള്ളി വന്ന് സ്തോത്രം, പുള്ളിയുടെ വീട്ടിൽ പത്രോസ് വന്ന്, അതെ കീബോർഡ് പ്ലേ ചെയ്തില്ല, സ്പെഷ്യൽ വർഷിപ്പ് ലീഡർ വന്നില്ല, അതെ സ്പെഷ്യൽ പ്രീച്ചറൊന്നും വന്നില്ല. എന്താ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ പത്രോസ് എഴുന്നേറ്റ് സൺഡേ സ്കൂളിൽ ക്ലാസ് എടുത്തപ്പോൾ എല്ലാവരും അഭിഷേകം പ്രാപിച്ച് എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ, നല്ല ശതാധിപൻ. അതിന് എക്സ്ട്രാ പാട്ടും വേണ്ട, എക്സ്ട്രാ പോയിന്റ് വേണ്ട, ഒന്നും വേണ്ട. സ്തോത്രം. കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാ വന്നു. സ്തോത്രം. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, നല്ല ശതാധിപൻ, നല്ല ശതാധിപൻ. മൂന്നാമത് ഒരു ശതാധിപൻ്റെ പേരോട് പറയാം. അവൻ്റെ പേര് യൂലിയാസ് എന്നാണ്. എത്ര പേർ കേട്ടിട്ടുണ്ട് യൂലിയാസ്? എത്ര പേർ കേട്ടിട്ടുണ്ട്? അങ്ങനെ ബൈബിൾ വായിച്ചാലല്ലേ പറ്റത്തുള്ളൂ മക്കളെ. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 27 സ്തോത്രം, മൂന്നാമത്തെ ശതാധിപൻ. അപ്പോസ്തലപ്രവൃത്തി 27 1-2 വാക്യങ്ങൾ. എൻ്റെ ദൈവമേ, സമയം പോയി. സ്തോത്രം. അതെ, 27:1-2. ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലൂസിനെയും മറ്റു ചില തടവുകാരെയും ഔസ്തോസ് പട്ടണത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ബാക്കി പറയാൻ നേരെയില്ല. സ്തോത്രം. യൂലിയോസ് എന്ന് പറയുന്നത് ഈ ശതാധിപൻ കഠിന ഹൃദയനല്ല, അവൻ നല്ല ഹൃദയമുള്ളവനായിരുന്നു. ആ അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, വേണമെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും ഉപദ്രവിക്കാം, എല്ലാവരെയും കടലിൽ തള്ളിയിടാം. പൗലൂസിനെ ഓർത്തിട്ടാണ് യൂലിയാസ് അത് ചെയ്യാതിരുന്നത്. ദൈവദാസനെ പൗലൂസിനെ താൻ കെയർ ചെയ്ത്, സ്തോത്രം, പൗലൂസിനെ കെയർ ചെയ്ത്. നല്ല ശതാധിപന്മാരുണ്ട്. ഈ പുള്ളി മത്തായി 8 ലൂക്കോസ് 7 കാണുന്ന ഈ കഫർനഹൂമിലെ ഈ സ്തോത്രം ശതാധിപൻ, പുള്ളി ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ഒരു പള്ളി വച്ചു കൊടുത്തവനാണ്, നല്ല വ്യക്തിയാണ്. പക്ഷേ സ്തോത്രം, ഇപ്പോൾ ഇതാ അവൻ്റെ വീട്ടിൽ ഒരാൾ സ്തോത്രം രോഗിയായി കിടക്കുന്നു. നോക്കണം മക്കളെ, അവൻ്റെ വീട്ടിൽ ഒരു ദാസൻ രോഗിയായി
രോഗിയായി കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ സ്തോത്രം. എൻ്റെ വീട്ടിൽ ഒരു ദാസൻ രോഗിയായി കിടക്കുന്നു. ആ വായിച്ചപ്പോൾ എനിക്ക് ആ ശതാധിപനെ കണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. എടാ, ജോലിക്കാരൻ അവൻ്റെ ക്വാർട്ടറിലല്ലേ, അവൻ്റെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലല്ലേ കിടക്കേണ്ടത്? ഞാനങ്ങനെ കഠിന ഹൃദയനല്ല. ഞാൻ എൻ്റെ ജോലിക്കാരെ എൻ്റെ വീട്ടിൽ കൂടെ ഞാൻ പാർപ്പിക്കും. എൻ്റെ ജോലിക്കാരെ എൻ്റെ വീട്ടിലാണ് അവൻ രോഗിയായതുകൊണ്ട് എൻ്റെ വീട്ടിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. കാരണം ചിലർക്ക് ഹൃദയം ചെറുതാണ്, ചിലർക്ക് വീട് വലുതാണ്. ഒരിക്കൽ കൂടെ പറയാം. എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട, ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ചിലരുടെ ഹൃദയം ചെറുതാണ്, വീട് വലുതാണ്. അങ്ങനെ വരുമ്പോൾ വേലക്കാരെല്ലാം പുറത്തായിരിക്കും. പക്ഷെ വേറെ ചിലർക്ക് ഹൃദയം വലുതാണ്, വീട് ചെറുതാണെങ്കിലും സാരമില്ല. അവർ പറയും, ഒരുത്തൻ രോഗിയായി കിടക്കുമ്പോൾ ഇങ്ങ് കൊണ്ടുപോവാ, നമ്മുടെ വീട്ടിൽ പാർപ്പിക്കുക. സോ ഈ പുള്ളിയുടെ വീട് എത്ര വലുതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ ഹൃദയം ഒത്തിരി വലുതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, ഒത്തിരി പേരെ കരയിപ്പിക്കാനല്ല, ഒത്തിരി പേരെ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. ഒത്തിരി പേരെ ഉറക്കം കെടുത്താനല്ല, ഒത്തിരി പേരുടെ സ്വസ്ഥത കെടുത്താനല്ല, ഒത്തിരി പേർക്ക് ആശ്വാസപ്രദനായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിൻ്റെ ആശ്വാസം നീയാണ്. ഈ പട്ടണത്തിൻ്റെ ആശ്വാസം പഴയ MPയോ പുതിയ MLAയോ വേറെ ആരുമല്ല. ഈ പട്ടണത്തിൻ്റെ ആശ്വാസം നീയാണ്. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. യെസ്, നീ ഒത്തിരി പേരെ ആശ്വാസമാണ്. നിന്നെ കാണുന്നതേ മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജനം പറയട്ടെ, നിർത്തല്ലേ, കുറച്ചുകൂടെ പറ, കാരണം കുറച്ച് ആശ്വാസം ഞാൻ പ്രാപിക്കട്ടെ. സ്തോത്രം. എന്തിനു പോകുന്നു? എൻ്റെ അടുത്തിരിക്കുക, കുറച്ചുകൂടെ ഞാൻ ആശ്വാസം. സോ ഒരു സ്പോഞ്ച് 2 ആഴ്ച വെള്ളത്തിൽ കിടന്നാൽ ആ സ്പോഞ്ചിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ എൽ ഷഡായിയുടെ ആശ്വാസം ദൈവകൃപയാൽ നിന്നിലൂടെ ദൈവജനത്തിലേക്ക് ഒഴുകുമാറാകട്ടെ. കരങ്ങളടിക്കുന്ന നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ദാസൻ രോഗിയായി വീട്ടിൽ കിടക്കുന്നു. എൻ്റെ ദാസൻ രോഗിയായി വീട്ടിൽ കിടക്കുന്നു. അതുകൊണ്ട് യേശുവേ, എൻ്റെ വീട്ടിൽ നീ വന്ന് അവൻ്റെ മേൽ നീ കൈവച്ച്, അതിൻ്റെ പുറത്ത് 12 അപ്പോസ്തലന്മാർ കൈവച്ച്, അങ്ങനെ 24 കൈവച്ച് അവനെ കറക്കി പ്രാർത്ഥിച്ച് ഘട്ടം ഘട്ടമായി വിടുതലുണ്ടാകും എന്നല്ല അവൻ പറഞ്ഞത്. ഘട്ടം ഘട്ടമായി പൈസ കൊടുക്കുന്നത് LICക്കാണ്. അത് ഓപ്പോസിറ്റ്, അപ്പുറത്താണ്, ഇവിടെയല്ല. അവിടെയാണ് ഘട്ടം ഘട്ടം. ഇവിടെ ഒറ്റ അടിക്കാണ് പരിപാടി നടക്കുന്നത്. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരാം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഒരു വാക്ക്. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. പല വാക്കുകളും പല പ്രവൃത്തികളും നിന്നെ വരിഞ്ഞ് മുറുകുന്നുണ്ടായിരിക്കാം, പക്ഷെ രാജാതിരാജാവിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ അന്തരീക്ഷം മാറും. ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യം വരാം, ഒരു വിടുതൽ. തോമസ് വന്ന മോനെ, ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരാം. യേശുവിന് ആവേശമായി. സ്തോത്രം. യേശുവിന് ആവേശമായി. ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം വരും. പല വാക്കല്ല ചോദിച്ചേ. 12:30 നിർത്തേണ്ട സമയമായി. സ്തോത്രം. അതെ, നിർത്തേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ഒരുക്കത്തോടെ ഇരുന്നാൽ ഞാൻ വാച്ച് നോക്കാൻ മറന്നുപോയി. റിയലി അതാണ് ഇന്ന് സംഭവിച്ചത്. നിങ്ങളെന്നെ ഇങ്ങനെ ഒരുക്കത്തോടെ പ്രാർത്ഥിച്ചൊക്കെ വന്നാൽ ഞാൻ വാച്ച് എന്ന് പറയുന്ന സാധനത്തിന് മറക്കും. സ്തോത്രം. സോ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പോൾ യേശുവിന് ആവേശമായി. അവൻ ചോദിച്ച 2:30 വരെയുള്ള പ്രസംഗമല്ല, അവൻ ചോദിച്ച ഒരു വാക്കാണ്. അപ്പോൾ കർത്താവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അതെ ഒരു വാക്ക് പറയാനായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, സ്തോത്രം, അതെ വഴിയിൽ വന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു, നീ എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ ഗ്രീക്കിൻ്റെ എക്സ്പ്ലനേഷനുണ്ട്. സ്തോത്രം. ഈ സെഷന് അത് പറയാൻ നേരെയില്ല, അടുത്ത സെഷനിൽ എപ്പോഴെങ്കിലും പറയാം. സ്തോത്രം. നീ എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ കിടക്കുന്നവൻ സൗഖ്യമാകും. നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ അവിടെ വിടുതൽ നടക്കും. ഏത് ഹൈറ്റ്സിൽ? ഇന്ന് സ്തോത്രം എത്രാം തീയതി? 25-ാം തീയതി അല്ലേ? ജനുവരി 25. അയ്യോ, ദിവസം പോകുന്നേ. ജനുവരി 25-ാം തീയതി നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ അവിടെ ഓഫീസിൽ വിടുതലുണ്ടെന്ന്. ഇവിടെ നിന്ന് നീ ഒരു വാക്ക് പറയുമ്പോൾ എക്സാമിനേഷൻ ഹാളിൽ വിടുതലുണ്ടെന്ന്. ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ സ്കൂളിൽ വിടുതലുണ്ടെന്ന്. ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ കോളേജിൽ വിടുതലുണ്ടെന്ന്. ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ ടെക്നോ പാർക്കിൽ വിടുതലുണ്ടെന്ന്. ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ വിടുതലുണ്ടെന്ന്. ഇവിടെ നിന്ന് ഒരു വാക്ക് പറയുമ്പോൾ ഹല്ലേലൂയ, അവിടെ 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 ഒക്കെ വിടുതലുണ്ട്. കാരണം പ്രകാശത്തെക്കാൾ അതിവേഗം ഓടുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രകാശത്തെക്കാൾ അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം.
യേശുവിൻ്റെ നാമത്തിൽ. യേശുവെ നീ 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 ലോക്കലല്ല. നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ നടക്കുമെങ്കിൽ നീ ലോക്കലാണ്. പക്ഷേ ശതാധിപൻ്റെ വിശ്വാസം നീ ലോക്കലല്ല, നീ യൂണിവേഴ്സലാണ്. ഓ, എൻ്റെ ദൈവം ലോക്കലല്ല. എല്ലാ വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൽ ലോക അധിപതികൾ, സ്വലോകങ്ങൾ, ദുഷ്ടാത്മ സൈന്യം ഇന്ന് പകൽക്കാലം കേട്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. എൻ്റെ യേശു ലോക്കലല്ല. സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠ. യേശു ലോക്കലല്ല. അവൻ ഇവിടെ ഒരു വാക്ക് പറയുമ്പോൾ അവിടെ വിടുതൽ നടക്കുക. ആര് വിശ്വസിച്ചു? ആ ദാസൻ വിശ്വസിച്ചില്ല. പക്ഷെ അവൻ്റെ യജമാനൻ ശതാധിപൻ വിശ്വസിച്ചു. ദാസൻ വിടുതൽ പ്രാപിച്ചു. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല, എഴുന്നേറ്റില്ല. നിങ്ങൾ ശതാധിപൻ വിശ്വസിച്ചു, എഴുന്നേറ്റില്ല. ശതാധിപൻ വിശ്വസിച്ചു, ദാസൻ വിടുതൽ പ്രാപിച്ചു. ശതാധിപൻ വിശ്വസിച്ചു, ദാസൻ വിടുതൽ പ്രാപിച്ചു. ശതാധിപൻ്റെ വിശ്വാസം ദാസന് വിടുതലായി തീർന്നു. അതിൻ്റെ പേരാണ് കവിഞ്ഞൊഴുകുന്ന വിശ്വാസം. കേട്ടില്ല. അമ്മമാർ വിശ്വസിക്കട്ടെ, മക്കൾക്ക് വിടുതലായി തീരട്ടെ. അപ്പന്മാർ വിശ്വസിക്കട്ടെ, തലമുറകൾക്ക് വിടുതലായി തീരട്ടെ. മാതാപിതാക്കൾ വിശ്വസിക്കട്ടെ, മക്കൾക്ക് വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. സഹോദരൻ വിശ്വസിക്കട്ടെ, കൂടപ്പിറപ്പുകൾക്ക് വിടുതലായി തീരട്ടെ. സഹോദരി വിശ്വസിക്കട്ടെ, സഹോദരങ്ങൾക്ക് വിടുതലായി തീരട്ടെ. കുഞ്ഞുങ്ങൾ വിശ്വസിക്കട്ടെ, പാരൻസ് വിടുവിക്കപ്പെടട്ടെ. ഇന്ന് പകൽ കുഞ്ഞുങ്ങൾ വിശ്വസിക്കട്ടെ, അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നിന്നോട് ചേർന്ന് ആരാധിക്കട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നത് നിമിത്തം അവർ വിടുവിക്കപ്പെടട്ടെ. 30 സെക്കൻഡ് നമ്മൾ 2 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, നമ്പർ 1, ചെങ്കടൽ വിശ്വാസമല്ല, പക്ഷെ മോശയുടെ വിശ്വാസം നിമിത്തം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. യോർദാൻ നദിക്ക് വിശ്വാസമല്ല, പക്ഷെ പെട്ടകം ചുമന്നവന്മാരുടെ വിശ്വാസം കൊണ്ട് യോർദാൻ 2 വിഭജിക്കപ്പെട്ടു. യെരിഹോ മതിലിന് വിശ്വാസമല്ല, കറങ്ങി നടന്നവന്മാരുടെ വിശ്വാസം കൊണ്ട് മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയി. മുടന്തന് വിശ്വാസമല്ല, ഞങ്ങൾ നോക്കെന്ന് പറഞ്ഞ പത്രോസിന്റെ യോഹന്നാന്റെ വിശ്വാസം കൊണ്ട് മുടന്തൻ കുതിച്ച് എഴുന്നേറ്റെങ്കിൽ നിന്റെ വിശ്വാസം കൊണ്ട് വേറെ ആരൊക്കെയോ തൊടുവാൻ പോകുന്നു, വേറെ ആരൊക്കെയോ സ്പർശിക്കപ്പെടുവാൻ പോകുന്നു. നിന്റെ വിശ്വാസം കൊണ്ട് അവർ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ